നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 പറഞ്ഞേക്കുന്നത് സേഫ്റ്റി ഹസാർഡ്സ് ഇൻ മെഷീൻസ് ആണ്. ഓക്കെ, അപ്പം 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എടുത്തിട്ടുണ്ട്. KT നോട്ട്സ് നിന്നുമാണ് ഈ ഒരു PDF ഉണ്ടാക്കിയത്. നമുക്ക് തുടങ്ങാം. ഇനി ആദ്യം ഈ ഒരു മൊഡ്യൂൾ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സേഫ്റ്റി ഡിവൈസസിൽ 2 രീതി വരും. ഓക്കെ, ഒന്ന് സേഫ്റ്റി ഗാർഡ്സും പിന്നെ ഒരെണ്ണം സേഫ് ഗാർഡിങ് ഡിവൈസസും ഇത് രണ്ടും വേറെ തന്നെയാണ്. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ. സേഫ്റ്റി ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഫിസിക്കൽ ഗാർഡ്സ്. ഇപ്പോൾ നമ്മളൊരു ഗ്രൈൻഡിങ് മെഷീൻ എടുത്ത ഗ്രൈൻഡിങ് മെഷീൻ്റെ കൂടെ ഉള്ള ഗാർഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഗാർഡാണ്. അത് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും, അത് അവിടെ തന്നെ നിൽക്കും. അതെന്ന് പറയുന്നത് ഫിസിക്കൽ ഗാർഡ്സ് ആണ്. ഫിസിക്കൽ ഗാർഡ്സിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? ഫിക്സ്ഡ് ഗാർഡ്സ് ഉണ്ട്, ഇൻ്റർലോക്ഡ് ഗാർഡ്സ് ഉണ്ട്, അഡ്ജസ്റ്റബിൾ ഗാർഡ്സ് ഉണ്ട്. അത് നമ്മൾ വഴി പറയും. ഇനി സേഫ് ഗാർഡിങ് ഡിവൈസസ് ആണെങ്കിൽ എന്താണ്? അത് നമ്മളെ സേഫ്റ്റി നോക്കുന്ന ആക്റ്റീവ് ഗാർഡ്സ് ആണ്. അതായത് ഈ പ്രസൻറ്റ് സെൻസിങ് ഡിവൈസസ്. ഇപ്പം ഒരു ലൈറ്റ് ബാരിയർ അല്ലെങ്കിൽ ലൈറ്റ് കർട്ടൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു മെഷീന് ചുറ്റും ലൈറ്റ് കർട്ടൻ ഉണ്ടെങ്കിൽ നമ്മൾ കൈ ഇടുമ്പോഴത്തേക്കും ആ ലൈറ്റ് അവിടെ ഒരു ബ്ലോക്കേജ് വന്നു, ആ കർട്ടനിൽ ബ്ലോക്കേജ് വന്ന ഉടനെ മെഷീൻ സ്റ്റോപ്പ് ചെയ്യും. അതാണ് സേഫ് ഗാർഡിങ് ഡിവൈസസ്. ഓക്കെ, അത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്, അത് ഓർത്ത് വെക്കണം. മെഷീൻ ഗാർഡിങ് ഡിവൈസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ ചോദിച്ചിട്ടുള്ളത്? വിച്ച് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് മെഷീൻ ഗാർഡിങ് ഡിവൈസസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ്? 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ഈച്ച് മെഷീൻ ഗാർഡിങ് ഡിവൈസസ് 14 മാർക്സ്. അപ്പം മെഷീൻ ഗാർഡിങ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിൽ വരും? നമ്മളെ സേഫ് ഗാർഡിങ് ഡിവൈസസ് കാറ്റഗറിയിലാണ് വരുന്നത്. നോക്കാം. അപ്പം ടൈപ്സ് ഓഫ് മെഷീൻ ഗാർഡിങ് ഡിവൈസസ് അതാണല്ലോ ചോദിച്ചത്. വേരിയസ് ടൈപ്സ് ഓഫ് മെഷീൻ ഗാർഡിങ് ഡിവൈസസ്. ആദ്യം തന്നെ പ്രസൻസ് സെൻസിങ് ഡിവൈസസ്, നമ്മളെ പ്രസൻസ് സെൻസ് ചെയ്യുന്ന ഡിവൈസസ്. അപ്പം ഈ ഒരു ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഫോട്ടോ ഇലക്ട്രിക് ലൈറ്റ് കർട്ടൻ സ്റ്റോപ്സ് ദ മെഷീൻ വെൻ ദ ബീം ബ്രേക്സ്. ബീം എങ്ങനെ ബ്രേക്ക് ആവുന്നത്? നമ്മൾ കൈ അങ്ങനെ അറിയാതെ ഇട്ടാൽ, ഇവിടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ കൈ അങ്ങനെ അറിയാതെ ഈ ഒരു പ്രോക്സിമിറ്റിയിൽ വന്നാൽ ആ ബീമിനെ ബ്ലോക്ക് അല്ലേ, റെസ്ട്രിക്ഷൻ ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഈ മെഷീൻ മൊത്തത്തിൽ അങ്ങ് സ്റ്റോപ്പ് ആവും. ഓക്കെ, സ്യൂട്ടബിൾ ഫോർ പ്രസസ് where operator works close to the point of operation. ഇനി ഇലക്ട്രോ മെക്കാനിക്കൽ സെൻസിങ് ഡിവൈസ് എന്താ? അതും ഒരു സെൻസറാണ് അല്ലേ. ഈ ഇലക്ട്രോ മെക്കാനിക്കൽ സെൻസിങ് ഡിവൈസ് ഇതാ ഇവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ കുറേ പ്രോബ്സ് അല്ലെങ്കിൽ സെൻസേഴ്സ് ഉണ്ട്. ഈ സെൻസേഴ്സ് എന്താ ചെയ്യുന്നത്? ഈ സെൻസേഴ്സ് അടുത്ത് വല്ല ആൾക്കാരുണ്ടോ നോക്കും. പിന്നെ നമ്മുടെ മെഷീൻ്റെ എല്ലാ സാധനങ്ങളും ഫിക്സ്ഡ് ആണോ, കറക്റ്റ് ലൊക്കേഷൻ തന്നെയാണോ ഫിക്സ്ഡ്, കറക്റ്റ് രീതിയിലാണോ ഫിക്സ്ഡ് എന്നൊക്കെ നോക്കിയതിന് ശേഷം മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ. ഓക്കെ, അതാണ് ഇലക്ട്രോ മെക്കാനിക്കൽ സെൻസിങ് ഡിവൈസിൻ്റെ ഫീച്ചർ. Probes or contact bars which checks the safe position before the starting of cycle. It is suitable for presses and mechanical operations. ഇനി പുൾ ബാക്ക് ഡിവൈസസ്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ പുൾ ബാക്ക്. നമ്മൾ ഇപ്പം ഒരു കൈ നമ്മളെ റെസ്ട്രിക്റ്റഡ് ഏരിയയിലോ അല്ലെങ്കിൽ ഡേഞ്ചർ ഏരിയയിലോട്ട് നമ്മൾ അറിയാതെ അങ്ങനെ കൈ അങ്ങോട്ട് പോയാൽ ഇതിന് ആ പുൾ ബാക്ക് ഡിവൈസ് എന്ത് ചെയ്യും? നമ്മളെ കൈ ഇങ്ങനെ തിരിച്ചു വലിക്കും. ദീസ് ആർ കേബിൾസ് അറ്റാച്ച് ചെയ്ത ഓപ്പറേറ്റർ. ഇത് കയ്യിൽ ആണ് നമ്മൾ ആ കേബിൾ അറ്റാച്ച് ചെയ്തെങ്കിൽ കൈ പുൾ ബാക്ക് ചെയ്യും. ഇനി കാലാണെങ്കിൽ കാല് പുൾ ബാക്ക് ചെയ്യും. എവിടെയാണോ ഡേഞ്ചർ സ്പോട്സ്, അതായത് നമ്മൾ അനങ്ങുന്ന സ്ഥലങ്ങൾ, അവിടെ എല്ലാം ഈ പുൾ ബാക്ക് ഡിവൈസസ് അതിനനുസരിച്ച് ധരിക്കേണ്ടതാണ്. കേബിൾസ് അറ്റാച്ച്ഡ് ടു ദ ഓപ്പറേറ്റർ വിത്ഡ്രോ ദ ഹാൻഡ്സ് വെൻ റാം ഡിസെൻസ്. നമ്മളെ ഹാൻഡാണ് സാധാരണ ഇങ്ങനെ റെസ്ട്രിക്റ്റഡ് ഏരിയയിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് കൈ എന്ന് എടുത്ത് പറയുന്നത്. യൂസ്ഡ് ഇൻ സ്ട്രോക്കിംഗ് മെഷീൻസ് ആൻഡ് പവർ പ്രസ്സസ്. ഇവിടെ ഇത് നോക്കുകയാണെങ്കിൽ ഇത് കണ്ട, ഇതാണ് നമ്മുടെ ഡേഞ്ചർ ഏരിയ. ആ ഡേഞ്ചർ ഏരിയയിൽ കയ്യിൽ കണ്ട ആം റിസ്ട്രെയിൻറ്റ് ഇട്ടേന്ന് കണ്ട, ആം റിസ്ട്രെയിൻറ്റ്. അപ്പം ഇനി അഥവാ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മൾ കൈ അങ്ങനെ അറിയാതെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് പുൾ ബാക്ക് ചെയ്യും. ഇനി പുൾ ബാക്ക് ഡിവൈസസും റിസ്ട്രെയിൻ ഡിവൈസസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, പുൾ ബാക്ക് ഡിവൈസസും റിസ്ട്രെയിൻ ഡിവൈസസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ റിസ്ട്രെയിൻ ഡിവൈസസ് നമ്മുടെ കൈ അങ്ങോട്ട് പോകാനേ സമ്മതിക്കത്തില്ല. ഒരു സീറ്റ് ബെൽറ്റ് പോലെ നമ്മളെ കൈ അവിടെ നിന്ന് അനങ്ങാനേ സമ്മതിക്കത്തില്ല. These are hold out devices. Prevents the hands from entering the danger area. ഓക്കെ, കൈ അങ്ങോട്ട് പോയാൽ അത് പെട്ടെന്ന് പിടിച്ചു മാറ്റുന്ന പുൾ ബാക്ക് ഡിവൈസ്. എന്നാൽ കൈ അങ്ങോട്ടേ പോകാൻ സമ്മതിക്കാത്തത് റിസ്ട്രെയിൻ ഡിവൈസസ്. ഓക്കെ, ഫിക്സ്ഡ് ലെങ്ത് സ്ട്രാപ്സ് ആണ്. ആ സ്ട്രാപ്പിന് ഫിക്സ്ഡ് ലെങ്ത് ആയിരിക്കും. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഡേഞ്ചർ ഏരിയയിലോട്ട് എത്താനേ പറ്റത്തില്ല. സ്യൂട്ടബിൾ വെയർ ഹാൻഡ്സ് മസ്റ്റ് സ്റ്റേ ഔട്ട്സൈഡ് ദ പോയിന്റ് ഓഫ് ഓപ്പറേഷൻ. സേഫ്റ്റി ട്രിപ്പ് ഡിവൈസ് നമുക്ക് കണ്ടിട്ടുണ്ടാവും. ഒരു എമർജൻസി പുഷ് ബട്ടൺ സ്റ്റോപ്പ് ഉണ്ടാവുമല്ലോ, അത് പ്രസ് ചെയ്താൽ മൊത്തത്തിൽ ആ ഓപ്പറേഷൻ സ്റ്റോപ്പ് ആവും. ഇറ്റ് ഈസ് ദ ബോഡി ബാർ, ട്രിപ്പ് റോഡ്, ട്രിപ്പ് വയർ വിച്ച് സ്റ്റോപ്സ് ദ മെഷീൻ വെൻ പ്രസ്ഡ്. യൂസ് ഫോർ റബ്ബർ മിൽസ് ആൻഡ് ലാർജ് റൊട്ടേറ്റിംഗ് റോളേഴ്സ്. വലിയ റോളേഴ്സൊക്കെ ആണെങ്കിൽ ഒരു പുഷ് ബട്ടൺ പ്രസ് ചെയ്താൽ മൊത്തം ആ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യും. ഇനി ടു ഹാൻഡ് കൺട്രോൾസ്. ടു ഹാൻഡ് കൺട്രോൾസ് ഉണ്ട്, ടു ഹാൻഡ് ട്രിപ്സ് ഉണ്ട്. ടു ഹാൻഡ് കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കൈയും ആ മെഷീനിൽ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഓപ്പറേഷൻ നടക്കത്തുള്ളൂ. ഓക്കെ, ആസ് ലോങ് ആസ് അവർ ബോത്ത് ഹാൻഡ്സ് ആർ പ്രസ്ഡ്
ദ മെഷീൻ ഓപ്പറേഷൻ കണ്ടിന്യൂസ്. ഇനി അഥവാ എന്നാൽ 2 ഹാൻഡ് ട്രിപ്സ് ആണെങ്കിലോ അത് സ്റ്റാർട്ട് ഓഫ് ദ ഓപ്പറേഷൻ മാത്രം നമ്മൾ 2 കൈയും വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് ആ കൈ ഫ്രീ ആണ്, എടുത്ത് മാറ്റാം. 2 hand operation, 2 hand controls ആണെങ്കിൽ cycle starts only when both hands presses the control simultaneously, suitable for power presses requiring part revolution clutch. 2 hand trips ആണെങ്കിലോ it starts cycle but hands are free afterward. Okay, starts the cycle, start ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കൈയും വേണം, പിന്നെ the hands are free afterward. Must be placed far from the hazard. Okay, 2 hand trips must be placed far from the hazard. 2 hand control അടുത്തുണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം 2 കൈയും എന്താണ് സേഫ് ആണ്. 2 കൈയും പുഷ് ബട്ടണിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ സാധനം വർക്ക് ചെയ്യുള്ളൂ. എപ്പം നമ്മൾ ഒരു കൈ മാറുന്നോ ഓപ്പറേഷൻ നിന്നു പോകും. 2 ഹാൻഡ് ട്രിപ്സ് ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിന് മാത്രം മതി കൈ, പിന്നെ നമ്മൾ അങ്ങോട്ട് അഥവാ ഡേഞ്ചർ സോണിൻ്റെ അടുത്താണ് ഈ 2 ഹാൻഡ് ട്രിപ്സ് ഉണ്ടെങ്കിൽ നമ്മളെ കൈ വന്ന് തട്ടി ഡേഞ്ചർ സോണിൽ അകത്തോട്ട് എത്താൻ ചാൻസ് ഇല്ലേ. ഓക്കെ, അപ്പം മസ്റ്റ് ബി പ്ലേസ്ഡ് ഫാർ ഫ്രം ദ ഹസാർഡ്. 2 ഹാൻഡ് ട്രിപ്സ് യൂസ്ഡ് ഓൺ പ്രസസ് വെയർ ഓപ്പറേറ്റർ പ്ലേസസ് ദ വർക്ക് പീസ്. ഓക്കെ, അങ്ങനെ ഒന്ന് പോയി വർക്ക് പീസ് പോയി അവിടെ ഫിക്സ്ചറിൽ പ്ലേസ് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങ് ദൂരെ പോയിട്ട് 2 ഹാൻഡ് ട്രിപ്സ് 2 കൂടി ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഓപ്പറേഷൻ സ്റ്റാർട്ടാവും. ആർക്ക് വെൽഡിങ് ഹസാർഡ്. ഓക്കെ, ഇനി നമുക്ക് വെൽഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. വെൽഡിങ് മെയിൻലി നമുക്ക് രണ്ട് ആർക്ക് വെൽഡിങ്ങും ഗ്യാസ് വെൽഡിങ്ങാണ് ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ആർക്ക് വെൽഡിങ്ങും ഗ്യാസ് വെൽഡിങ്ങും. ആർക്ക് വെൽഡിങ് എന്താണ്? ഇലക്ട്രിക് ആർക്കായിരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ, ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ ഗ്യാസ് വെൽഡിങ് എന്താ? നമ്മൾ ഗ്യാസ് ടാങ്ക്, ഗ്യാസ് സിലിണ്ടേഴ്സ് എല്ലാം ഉപയോഗിച്ചിട്ടായിരിക്കും വെൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഓക്സി അസിറ്റിലീൻ വെൽഡിംഗ് ആണ് ഗ്യാസ് വെൽഡിങ്ങിൽ തന്നെ ഏറ്റവും കോമൺ. ഓക്സി അസിറ്റിലീൻ എന്ന് പറയുമ്പോൾ ഓക്സിജനും അസിറ്റിലീൻ നമ്മൾ ഇനി പറയും. ഇനി വാട്ട് ആർ ദ പൊട്ടൻഷ്യൽ ഹസാർഡ്സ് ഇൻ ആർക്ക് വെൽഡിംഗ് ആൻഡ് ഹൗ ടു പ്രൊട്ടക്ട് ഫ്രം ഹസാർഡ്സ് 8 മാർക്കിന് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആർക്ക് വെൽഡിംഗ്. കണ്ട, ആർക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന കണ്ട. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ഇലക്ട്രോഡും നമ്മളെ ടേബിളും എല്ലാം ഇലക്ട്രിക്കൽ കണക്ഷൻ ഉണ്ടാവും, അവർക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻ ഉണ്ടാവും. ആ വഴി കൂടെ ഇലക്ട്രോഡ് വഴി കൂടെയാണ് ആർക്ക് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇലക്ട്രിക്കലും ടേബിളും കോൺടാക്റ്റ് ആകുമ്പോഴാണ് ഇവിടെ ആർക്ക് ജനറേറ്റ് ചെയ്യുന്നത്. ആ ആർക്കാണ് ഇവിടെ കാണുന്നത്. കണ്ട, വെൽഡിംഗ് ഷീൽഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മളെ PPEൻ്റെ ഒരു ഭാഗമാണ്, നമ്മൾ പറഞ്ഞാലേ. ഓക്കെ, ആർക്ക് വെൽഡിംഗ് ഹസാർഡ്. റേഡിയേഷൻ ഹസാർഡ് അല്ലേ. ആർക്ക് ജനറേറ്റ് റേഡിയേഷൻ ഏതൊക്കെ ടൈപ്പ്? UV റേഡിയേഷനും ഇൻഫ്രാറെഡ് റേസും റേഡിയേറ്റ് ചെയ്യും. ഇറ്റ് ക്യാൻ ഡാമേജ് ദ ഐ ആൻഡ് ഓൾസോ കോസസ് ബേൺസ് ഓൺ സ്കിൻ. ഇനി ഇലക്ട്രിക് ഷോക്ക് അല്ലേ. ആർക്ക് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി വഴിയാണ് നമുക്ക് ആർക്ക് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഷോക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. എങ്ങനെയൊക്കെ? വെറ്റ് ഫ്ലോസ്, ഫോൾട്ടി കേബിൾസ്, അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഡ്രസ്സ് വല്ല വെറ്റ് ആണെങ്കിൽ അതും ക്യാൻ കോസ് ഇലക്ട്രിക് ഷോക്ക്. അങ്ങനെ. ഇനി ഫ്യൂംസ് ആർ ഗ്യാസസ്. അങ്ങനെ ആർക്ക് ജനറേറ്റ് ഹൈ ഫ്യൂംസ്. ഓക്കെ, ഈ നമ്മളെ ഇലക്ട്രിക് ആർക്ക് ഉണ്ടല്ലോ, വെൽഡിംഗ് എല്ലാം ചെയ്യുമ്പോൾ ഈ മോൾട്ടൻ മെറ്റലാണ്. മെറ്റൽ മെൽറ്റ് ആവുകയാണ് ചെയ്യുന്നത്. മെറ്റൽ മെൽറ്റായിട്ട് പെട്ടെന്ന് കൂളാകുമ്പോഴാണ് ഈ ഫ്യൂംസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടോക്സിക് ഫ്യൂംസ് ആർ ജനറേറ്റഡ് ആൻഡ് ദിസ് കോസസ് റെസ്പിറേറ്ററി ഇഷ്യൂസ്. നമ്മളെ ലങ്സിലെല്ലാം പോയിട്ട് ലങ്സിൽ ഇൻഫ്ലമേഷനും ഡാമേജ് എല്ലാം സംഭവിക്കും. ഇനി ഫയർ ആൻഡ് എക്സ്പ്ലോഷൻ റിസ്ക്, സ്പാർക്സ്. ഈ സ്പാർക്ക് ഇവിടെ വല്ല ഫ്ലെയിമബിൾ സബ്സ്റ്റൻസ് നമ്മളെ അടുത്ത് വല്ല ഉണ്ടെങ്കിൽ ഈ സ്പാർക്ക് ക്യാൻ ക്ലോസ് എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ഫയർ. ഇറ്റ് ക്യാൻ ബേൺ ഇഞ്ചറീസും വരാം. ഹോട്ട് സ്ലാഗ് അല്ലെങ്കിൽ മോൾട്ടൻ മെറ്റൽ. ഹോട്ട് സ്ലാഗും മോൾട്ടൻ മെറ്റലും ഏതാണ്ട് ഒന്ന് തന്നെ കേട്ടോ. ഈ ഹോട്ട് സ്ലാഗ് എന്ന് പറഞ്ഞാൽ മോൾട്ടൻ മെറ്റലൊക്കെ തന്നെയാണ് വിച്ച് എന്താണ് ഫ്ലൈസ് അവേ. ഓക്കെ, അല്ലെങ്കിൽ ഡിപ്സ് ഡൗൺ. ഇനി പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ഓഫ് ആർക്ക് വെൽഡിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ? യൂസ് പ്രോപ്പർ വെൽഡിംഗ് ഹെൽമെറ്റ് വിത്ത് ഫിൽറ്റർ ഗ്ലാസ് അല്ലെങ്കിൽ PPE നോക്കിയാൽ മതി. ഇതാണ് ഫിൽറ്റർ ഗ്ലാസ് ഉള്ള പ്രോപ്പർ വെൽഡിംഗ് ഹെൽമെറ്റ്. ഈ ഹെൽമെറ്റ് തന്നെ വേണം. പിന്നെ വെയർ ലെതർ ഏപ്രോൺ, ഗ്ലൗസ്, ബൂട്ട്സ്, ലെഗ് ഗാർഡ്സ് അല്ലേ, നമ്മൾ ഇലക്ട്രിക്യൂഷൻ വരാതിരിക്കാൻ, ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എൻഷുർ പ്രോപ്പർ ഗ്രൗണ്ടിങ് ഓർ എർത്തിങ് ഓഫ് വെൽഡിംഗ് മെഷീൻ. വെരി ഇമ്പോർട്ടൻറ്റ്. വെൽഡിംഗ് മെഷീനിന് പ്രോപ്പർ ഗ്രൗണ്ടിങ് എർത്തിങ്ങും പ്രൊവൈഡ് ചെയ്യുക. പിന്നെ മെയിൻറ്റെയിൻ ഗുഡ് വെന്റിലേഷൻ ടു റിമൂവ് ഫ്യൂസ്. ടോക്സിക് ഗ്യാസസ് എല്ലാം ജനറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ഗുഡ് വെന്റിലേഷൻ. കീപ് വർക്ക് ഏരിയ ഫ്രീ ഫ്രം ഓയിൽ, ഗ്രീസ് അല്ലെങ്കിൽ ഫ്ലെയിമബിൾസ്. ഈ സ്പാർക്കെല്ലാം നമ്മളെ ഫ്ലെയിമബിൾസ് അടുത്തുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് എക്സ്പ്ലോഷൻ ആൻഡ് ഫയർ അല്ലേ. ഇനി ഡു നോട്ട് വെൽഡ് വിത്ത് വെറ്റ് ക്ലോത്തിങ്. വെറ്റ് ക്ലോത്തിങ്ങും ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. യൂസ് ഇൻസുലേറ്റഡ് ഇലക്ട്രോഡ് ഹോൾഡർ. ഇലക്ട്രോഡ് ഹോൾഡർ ഇൻസുലേറ്റഡ് ആയിരിക്കണം. അതും എന്താ ഇലക്ട്രിസിറ്റി അല്ലേ വരുന്നത്, അപ്പോൾ ഇൻസുലേഷൻ മസ്റ്റാണ്. ഇലക്ട്രോഡ് ഹോൾഡർ ഈ പിടിക്കുന്ന സാധനം കേട്ടോ. ഇതിനാണ് ഇലക്ട്രോഡ് വന്നിട്ട് ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഗ്രൂപ്പ് 3 മാനുവൽ ഹാൻഡ്ലിങ്ങിലെ 4 കീ ഏരിയാസ്. എക്സ്പ്ലെയിൻ ദ 4 കീ ഏരിയാസ് ഓഫ് മാനുവൽ ഹാൻഡ്ലിംഗ്. 6 മാർക്കിന് ചോദിച്ചാൽ 4 കീ ഏരിയാസ് എന്ന് വെച്ചാൽ 4 കീ ഫാക്ടേഴ്സ് ആണ് ഓഫ് മാനുവൽ ഹാൻഡ്ലിംഗ്. എന്തൊക്കെയാണ് 4 കീ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് മാനുവൽ ഹാൻഡ്ലിംഗ് അല്ലേ. ഇതാണ് ദ കറക്റ്റ് പോസ്ചർ ഫോർ ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ മാനുവൽ ഹാൻഡ്ലിംഗ്. ഇതാണ് റോങ് പോസ്ചർ. ഇവിടെ സ്ലൗച്ചിങ് ആണ് വന്നത്. നമ്മളെ സ്പൈൻ ബെൻഡായി. ഇവിടെ ആകുമ്പോൾ കണ്ട നമ്മൾ ഫുൾ ബോഡി വെച്ചിട്ടും
ആണ്, ലെഗ് വെച്ചിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഫുൾ ബോഡി വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം 4 കീ ഫാക്ടേഴ്സ് എന്താ? ആദ്യം ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നമ്മൾ എടുക്കാൻ പോകുന്ന ഈ ബോക്സിൻ്റെ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്തൊക്കെയാണ്? ഇതിൻ്റെ വെയിറ്റ്, ഇതിൻ്റെ സൈസ്, ഇതിന് ഷാർപ്പ് എഡ്ജസ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റി എക്സെട്ര. പിന്നെ ഇൻഡിവിജ്വൽ കേപ്പബിലിറ്റി. ഇവൻ ജിമ്മിൽ പോകുന്നുണ്ടോ ഇല്ലയോ, ഇവൻ്റെ ഏജ് എത്ര, സ്ട്രെങ്ത്, ഏജ്, ഹെൽത്ത്, ട്രെയിനിങ് എക്സെട്ര. പിന്നെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ലിഫ്റ്റിംഗ് ആണോ, പുഷിംഗ് ആണോ, പോസ്ചർ ആണോ, പുഷിങ്, പുള്ളിങ്, പോസ്ചർ, റെപ്പറ്റീഷൻ, എത്ര പ്രാവശ്യം അത് ചെയ്യണം. ഇപ്പോൾ ഒരു ചെറിയൊരു ടാസ്ക് ആണെങ്കിലും അത് പിന്നെയും എല്ലാം ചെയ്താൽ എന്താ സംഭവിക്കുക? ഇറ്റ് ക്യാൻ ലീഡ് ടു MSDs അല്ലെ, മസ്കുലോ സ്കെലറ്റൽ ഡിസോർഡേഴ്സ്. പിന്നെ പുഷിങ്, പുള്ളിങ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഹ്യൂമൻസ് ക്യാൻ പുഷ് മോർ ദാൻ ദേ ക്യാൻ പുൾ. ഓക്കെ, അപ്പം പുഷിങ് നമുക്ക് നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ പറ്റും പുള്ളി ചെയ്യുന്നതിനാട്ടിയും. അപ്പം ഏത് ടാസ്ക് എന്നുള്ളോ, ഇപ്പോൾ പുഷിങ് ഓപ്പറേഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും പുള്ളിങ് ഓപ്പറേഷൻ്റെ ആട്ടിയും. ഇനി എൻവയോൺമെൻറ്റ്, ഇതിപ്പം ഈ ഫ്ലോർ ഇപ്പം ഓയിലിയോ അല്ലെങ്കിൽ വെറ്റാണെങ്കിൽ നമുക്ക് എളുപ്പം ഇതിനെ നീക്കാൻ പറ്റും, പുഷ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ സ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരു കീ ഏരിയ അല്ലെങ്കിൽ കീ ഫാക്ടേഴ്സാണ്. ഫ്ലോറിൻ്റെ കണ്ടീഷൻ, ദ സ്പേസ്, ടെമ്പറേച്ചർ, ലൈറ്റിംഗ് എക്സെട്ര. ഇനി ബാരിയർ ഗാർഡ്സും സേഫ് ഗാർഡിങ് ഡിവൈസും. ഞാൻ പറഞ്ഞു, ബാരിയർ ഗാർഡ്സും സേഫ് ഗാർഡിങ് ഡിവൈസും രണ്ടാണ്. നമ്മൾ ബാരിയർ ഗാർഡ്സ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഇൻ്റർലോക്ഡ്, അഡ്ജസ്റ്റബിൾ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ കുറച്ച് ടൈപ്സ് പറഞ്ഞില്ലേ. സേഫ് ഗാർഡിങ് ഡിവൈസ് നമ്മൾ പറഞ്ഞു, പ്രസൻസ് സെൻസിങ് എക്യുപ്മെൻ്റ് ഉണ്ട്, പിന്നെ നമ്മൾ ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ച് ഉണ്ട്, പുഷ് ബാക്ക്, പുൾ ബാക്ക്, അതൊക്കെ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബാരിയർ ഗാർഡ്സ് ആൻഡ് സേഫ് ഗാർഡിങ് ഡിവൈസസ് 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ കൺട്രോൾ ഓപ്പറേഷൻ ഓഫ് എനി വൺ സേഫ് ഗാർഡിങ് ഡിവൈസസ്. സേഫ് ഗാർഡിങ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ പ്രസൻസ് സെൻസിങ് അതൊക്കെയാണ്. 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ബാരിയർ ഗാർഡ്സ്, സേഫ് ഗാർഡിങ് ഡിവൈസ്. ഇതാണ് നമ്മുടെ ബാരിയർ ഗാർഡ്. ഇതെന്ന് പറഞ്ഞാൽ ഇൻ്റർലോക്ഡ് ഗാർഡാണ്. അതായത് ഇത് നമ്മൾ എടുത്ത് മാറ്റാൻ പറ്റും. ഇൻ്റർലോക്ഡ് ഗാർഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻ്റർലോക്ഡ് ഗാർഡും ഫിക്സ്ഡ് ഗാർഡും തമ്മിലുള്ള വ്യത്യാസം കണ്ട. ഇത് നോക്ക്, ഇതാണ് നമ്മുടെ ഫിക്സ്ഡ് മെഷീൻ ഗാർഡ്. ഇത് മില്ലിങ്ങിൽ നമ്മളിത് കണ്ടിട്ടുണ്ടാവും. ഈ ഫിക്സ്ഡ് മെഷീൻ ഗാർഡിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റാൻ പറ്റുന്നില്ല. ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും, ഇൻസ്പെക്ഷൻ പാനലുണ്ട്, പക്ഷേ ഇത് ഫിക്സ്ഡ് ആണ് ടു ദ മെഷീൻ. എന്നാൽ ഇൻ്റർലോക്ഡ് ഗാർഡിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇത് നമുക്ക് ഊരാം, പക്ഷേ ഇത് എപ്പോൾ നമ്മൾ ഊരുന്നോ അപ്പം മെഷീൻ സ്റ്റോപ്പ് ആവും. ഓക്കെ, എന്നിട്ട് ഇതിനി തിരിച്ച് കറക്റ്റ് രീതിയിൽ ലോക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ മെഷീൻ പിന്നെ പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇൻ്റർലോക്ഡ് ഗാർഡും ഫിക്സ്ഡ് ഗാർഡും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് അഡ്ജസ്റ്റബിളും സെൽഫ് അഡ്ജസ്റ്റബിളും എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട്, അത് നമ്മൾ പറയും. അപ്പം ദീസ് ബോത്ത് കം അണ്ടർ ബാരിയർ ഗാർഡ്സ്. ഇതൊരു ബാരിയർ പ്രൊവൈഡ് ചെയ്യണം അല്ലേ, നമ്മുടെ ഓപ്പറേഷനിൽ ഒരു ബാരിയർ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് ബാരിയർ ഗാർഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ സേഫ് ഗാർഡിങ്, നമ്മുടെ സേഫ്റ്റി ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്റ്റീവ് ഡിവൈസസ് ഒക്കെയാണ് നമ്മൾ ഈ പുൾ ബാക്ക് മെക്കാനിസവും, പിന്നെ ഡേഞ്ചർ ഏരിയയിൽ നിന്ന് മാറ്റി നമ്മളെ റിസ്റ്റ് ബാൻഡ്സും, അതൊക്കെ പ്രസൻസ് സെൻസിങ് ഡിവൈസസും അതെല്ലാം. ഇനി നമുക്ക് നോക്കാം, ബാരിയർ ഗാർഡ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഫിസിക്കൽ ബാരിയർ പ്രൊവൈഡ് ചെയ്യും ടു പ്രിവെൻറ്റ് എൻട്രി അല്ലേ. ഇനി സേഫ് ഗാർഡിങ് ആണെങ്കിൽ ഇറ്റ് ഡിറ്റക്ട്സ് ദ പ്രസൻസ്, ഇപ്പോൾ പ്രസൻസ് സെൻസിങ് ഡിവൈസ് ഡിറ്റക്ട്സ് ദ പ്രസൻസ്, അല്ലെങ്കിൽ കൺട്രോൾ ആക്സസ്. കണ്ട, ഇവിടെ ഇങ്ങോട്ടേക്കുള്ള കൺട്രോൾ ആക്സസ് എല്ലാം ഡിറ്റക്ട് ചെയ്യുന്നത് നമ്മൾ സേഫ് ഗാർഡിങ് ഡിവൈസസാണ്. ഓപ്പറേഷൻ എന്താ? ഇത് പാസീവാണ്, ഇത് ഇവിടുന്ന് അനങ്ങത്തില്ല, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെന്ന് പറയുമ്പോൾ ആക്റ്റീവാണ്, നമ്മളെ കൈ അങ്ങോട്ട് പോയാൽ അപ്പം തന്നെ വലിക്കുന്ന ആക്റ്റീവ് ഓപ്പറേഷനാണ് ഇവിടെ നമ്മൾ സേഫ് ഗാർഡിങ് ഡിവൈസസിൽ നടത്തുന്നത്. ഇപ്പോൾ സെൻസ് ചെയ്യും, വിഡ്രോവൽ, അതൊക്കെ. എക്സാമ്പിൾസ് ഓഫ് ബാരിയർ ഗാർഡ്സ് നമുക്കറിയാം, ഫിക്സ്ഡ് ഗാർഡ്, ഇൻ്റർലോക്ക് ഗാർഡ്, അഡ്ജസ്റ്റബിൾ ഗാർഡ്, സെൽഫ് അഡ്ജസ്റ്റിംഗ് ഗാർഡ്. ഇനി സേഫ് ഗാർഡിംഗ് ഡിവൈസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈറ്റ് കർട്ടൻ അല്ലേ, ലൈറ്റ് കർട്ടൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഫോട്ടോ സെൻസിങ് ഇതന്നെ, ബാരിയർ തന്നെ. പിന്നെ പുൾ ബാക്ക് ഡിവൈസസ് എക്സെട്ര. സ്യൂട്ടബിലിറ്റി, ഇത് എവിടെയൊക്കെയാണ് സ്യൂട്ട് ചെയ്യുന്നത് ബാരിയേഴ്സ്? വെൻ ഫുൾ എൻക്ലോഷർ ഇസ് നീഡഡ്. ഓക്കെ, നമ്മൾ ബാരിയർ ഗാർഡ്സ് ഉപയോഗിക്കും. ഇനി സേഫ് ഗാർഡിംഗ് ഡിവൈസസ് എവിടെയൊക്കെയാണ് സ്യൂട്ട് ചെയ്യുന്നത്? വെൻ ഓപ്പറേറ്റർ മസ്റ്റ് വർക്ക് നിയർ ദ ഡേഞ്ചർ. ഓപ്പറേറ്റർ വെൻ ദേ വർക്ക് നിയർ ദ ഡേഞ്ചർ വി നീഡ് സേഫ് ഗാർഡിംഗ് ഡിവൈസസ്, ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ബാരിയർ ഗാർഡ്സ്. ഇനി ഓപ്പറേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഡിവൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതെന്ന് പറഞ്ഞാൽ കുറേ ലൈറ്റ് ഉണ്ടാവും, ആ ലൈറ്റ് ലൈറ്റ് കർട്ടൺ ആണ് ഉണ്ടാക്കുന്നത് അല്ലേ. ലൈറ്റ് കർട്ടൺ ക്രിയേറ്റ്സ് എ ഗ്രിഡ് ഓഫ് സെൻസിങ് ബീംസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളെ കൈ എപ്പോഴെങ്കിലും അങ്ങോട്ട് വന്നാൽ ആ സെൻസിങ് ബീംസിനെ ഇൻ്റർഫിയർ ചെയ്യും, ബ്ലോക്ക് ചെയ്യും, അപ്പോഴത്തേക്കും നമ്മളെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യും മെഷീൻ്റെ അല്ലേ. ഇഫ് ദ ബീം ബ്രേക്സ് മെഷീൻ സ്റ്റോപ്സ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ഹാൻഡ് എൻട്രി ഡ്യൂറിങ് പ്രസ് സൈക്കിൾ. മോസ്റ്റ്ലി ഈ പ്രസ് സൈക്കിളിലൊക്കെയാണ് കാണുന്നത്, അതുകൊണ്ടാണ് പ്രിവെൻറ്റ്സ് ദ ഹാൻഡ് എൻട്രി ഡ്യൂറിങ് പ്രസ് സൈക്കിൾ എന്ന് എടുത്ത് പറഞ്ഞേക്കുന്നത്. ഇനി ഗ്രൂപ്പ് 5 മാനുവൽ പുഷിംഗ് ആൻഡ് പുള്ളിംഗ് സേഫ്റ്റിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, മാനുവൽ പുഷിങ്ങും പുള്ളിംഗ് സേഫ്റ്റിയാണ്. ഞാൻ പറഞ്ഞു ഹ്യൂമൻസ് ക്യാൻ പുഷ് മോർ ദാൻ ദേ ക്യാൻ പുൾ. ഇനി റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ കപ്പാസിറ്റി അസസ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഫോർ മാനുവൽ പുഷിംഗ് ആൻഡ് പുഷിംഗ്/പുള്ളിംഗ് 6 മാർക്കിന് വെച്ചിട്ടുണ്ട്.
അപ്പം പുഷിങ്/പുള്ളിങ് സേഫ്റ്റിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പുഷിങ്ങും പുള്ളിങ്ങും എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആദ്യം നോക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോഡിൻ്റെ വെയിറ്റ്. നമ്മൾ മറ്റേ നേരത്തെ ഒരുത്തന്നെ എടുക്കുന്ന കണ്ടില്ലേ, മറ്റേ ശരിയായ മെത്തേഡും കറക്റ്റ് അല്ലാത്ത മെത്തേഡും നമ്മൾ കണ്ടില്ലേ. അപ്പം ആ ലോഡിൻ്റെ വെയിറ്റ്, ഫ്ലോറിൻ്റെ ഫ്രിക്ഷൻ, ഫ്ലോറിൻ്റെ കണ്ടീഷൻ, അതൊക്കെ നമ്മൾ നോക്കുന്നു. പിന്നെന്താ, കീപ് ദ ഹാൻഡ്സ് വിത്തിൻ ദ ബോഡി വിഡ്ത്ത്. ഓക്കെ, അവോയ്ഡ് ട്വിസ്റ്റിംഗ്. ഹാൻഡ്സ് ഭയങ്കര അങ്ങ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് അതങ്ങ് എടുക്കാൻ നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ കൂടുതൽ വെയിറ്റ് പൊക്കാൻ പറ്റിയെന്ന് വരില്ല. അവോയ്ഡ് ട്വിസ്റ്റിംഗ്. മെയിൻറ്റെയിൻ ഫേം ഫൂട്ടിംഗ് ആൻഡ് പുഷ് നോട്ട് പുൾ വെൻ എവർ പോസിബിൾ. ഞാൻ പറഞ്ഞില്ലേ, ഹ്യൂമൻ ക്യാൻ പുഷ് മോർ ദാൻ പുൾ. അപ്പം എന്താണ്, പുഷിങ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഇനി നമ്മൾ അടുത്ത് എന്താണ് പറയുന്നത്, യൂസ് മെക്കാനിക്കൽ എയ്ഡ്സ്. നമ്മൾ മെക്കനൈസ്ഡ് ഹാൻഡ്ലിംഗ് വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ ഹെൽപ്പ് അല്ലെങ്കിൽ അതിൻ്റെ സഹായം എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. റെഡ്യൂസ് സഡൻ അല്ലെങ്കിൽ ജേർക്കി മൂവ്മെൻറ്റ്സ് അല്ലേ. അതായത് ഇപ്പോൾ നമുക്കൊരു ബോക്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, ആ ബോക്സിൽ വീൽസ് ഒന്നുമില്ല, ഇവിടെ അടിയിലാണെന്ന് വിചാരിച്ചോ, നമ്മൾ ഒന്ന് പുഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മൊമെൻറ്റം കൊണ്ട് ബാക്കി പോകുന്നതല്ലേ നല്ലത്. നമ്മൾ പുഷ് ചെയ്ത് ഒരു പ്രാവശ്യം പുഷ് ചെയ്ത് പിന്നെ ഇവിടെ എത്തി, പിന്നെ വീണ്ടും പുഷ് ചെയ്ത് പിന്നെ ഇവിടെ എത്തി. അത് ഭയങ്കര എന്താണ് സ്ട്രെയിനാണ് കോസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആദ്യം പുഷ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. പിന്നെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഭയങ്കരമായിട്ട് കുറയും. അപ്പം ആദ്യം പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ എഫേർട്ട് ഇടേണ്ടി വരും. പിന്നെ ആ മൊമെൻറ്റം കാരണം നമ്മൾ അങ്ങ് പോയിക്കോളും. പക്ഷേ നമ്മൾ ആദ്യം എഫേർട്ട് ഇട്ടിട്ട് പിന്നെ നിർത്തി വീണ്ടും എഫേർട്ട് ഇടാം, അത് മസ്കുലർ സ്കെലറ്റൽ ഡിസോർഡേഴ്സിനെല്ലാം കാരണം ഉണ്ടാക്കുന്നു. അതാണ് സഡൻ ജേർക്കി മൂവ്മെൻറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. കീപ് ലോഡ് വിത്തിൻ ദ ഷോൾഡർ ടു നക്കിൾ ഹൈറ്റ്. ഇനി എന്താ, മെയിൻ്റനൻസ് ഓഫ് ക്ലാംസ് എന്ന് വെച്ചാൽ വെറുതെ ഒന്ന് നോക്കിയാൽ നിങ്ങളുടെ വീട്ടിൽ ഗ്യാസ് സ്റ്റൗവും ഇത് എന്താണ് സ്റ്റൗവൊക്കെ ഉണ്ടെങ്കിൽ ആ സ്റ്റൗവിൻ്റെ ബാക്കിൽ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ആ പൈപ്പ് ഗ്യാസ് ഹോസ് കണക്ട് ചെയ്യുന്നത് ക്ലാമ്പ് ഇവിടെ ഉണ്ടാവും. ക്ലാമ്പ് വെച്ചിട്ടാണ്. പക്ഷേ ഈ ക്ലാമ്പല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ക്ലാംസ് ആണ്, വലിയ വലിയ ക്ലാംസ് ടു ഹോൾഡ് ദ വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ. അപ്പോൾ ക്ലാമ്പിന് കുറേ രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പം വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ക്ലാംസ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ക്ലാമ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വർക്ക് പീസ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കും. ഇതാണ് ക്ലാമ്പിന് നമ്മൾ സ്ക്രൂ എല്ലാം കറക്റ്റ് ഇതാക്കിയതിന് ശേഷം വർക്ക് പീസ് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കും. ക്ലാമ്പിന് വേറെ രീതിയിലുണ്ട്, ഇത് ഒരൊറ്റ എക്സാമ്പിൾ മാത്രം. എക്സ്പ്ലെയിൻ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ക്ലാമ്പ് മെയിൻ്റനൻസ്. ആ ക്ലാമ്പിനെ എങ്ങനെയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഫോർ ഇറ്റ്സ് ലോങ് ലൈഫ് അല്ലേ, ആൻഡ് സേഫ്റ്റി. നോക്കുക, കീപ് ഓൾ ദ പാർട്സ് ക്ലീൻ ആൻഡ് റിമൂവ് ഡസ്റ്റ് ഓർ ഡെബ്രി. അപ്ലൈ ഓയിൽ ടു മൂവിങ് പാർട്സ് ടു അവോയ്ഡ് റസ്റ്റ് ഉണ്ടാക്കാൻ പാടില്ല അല്ലേ, റസ്റ്റ് ഇസ് നോട്ട് ഗുഡ്. അപ്പം പിന്നെ ഉള്ള ഇൻസ്പെക്ട് ഫോർ വെയർ ആൻഡ് ഡാമേജ് റെഗുലർലി. സ്റ്റോർ ഇൻ എ ഡ്രൈ ആൻഡ് സേഫ് പ്ലേസ്. റസ്റ്റ് ഉണ്ടാവാതിരിക്കാം, മോയ്സ്ചർ കാരണമാണ് റസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ അവോയ്ഡ് യൂസിങ് ഡാമേജ്ഡ് ക്ലാംസ്. പ്രിവെൻറ്റ് സ്റ്റെയിൻസ് ഓൺ വർക്ക് പീസ് ബൈ ക്ലീനിങ് ജോസ്. രണ്ട് ജോസ് ഉണ്ട്, ആ രണ്ട് ജോസ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് പീസിനെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഈ വർക്ക് പീസൊക്കെ ഭയങ്കര കറക്റ്റ് ഡയമെൻഷനിലാണ് മെഷീൻ ചെയ്തെടുക്കണമെങ്കിൽ എന്തെങ്കിലും റസ്റ്റോ ഒരു ചെറിയ എന്തെങ്കിലും ഡെബ്രിയോ ഡസ്റ്റോ നമ്മുടെ ക്ലാമ്പിലുണ്ടെങ്കിൽ ആ ഡയമെൻഷന് മൊത്തത്തിൽ അങ്ങ് ഇല്ലാതാക്കും അല്ലേ. ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് വരേണ്ട ഡയമെൻഷനിലുള്ള വർക്ക് പീസൊക്കെ ആണെങ്കിൽ അതിനങ്ങ് ഇല്ലാതാക്കും. ഇതുപോലെ റസ്റ്റോ എന്തെങ്കിലും ഒരു ചെറിയ പ്രൊജക്ഷൻ ഉണ്ടായാൽ മതി. പിന്നെ ലെയ്ത്ത്, ടേണിംഗ് ഹസാർഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ടേണിംഗ് ഹസാർഡ് എന്ന് പറഞ്ഞാൽ ടേണിംഗ് ഓപ്പറേഷൻ ഈസ് മെയിൻലി ഡൺ ഓൺ ലെയ്ത്ത്. അതാണ് ലെയ്ത്ത് ടേണിംഗ് ഹസാർഡ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെയാണ്, എക്സ്പ്ലെയിൻ 4 ക്രിട്ടിക്കൽ ഹസാർഡ്സ് ഇൻ ടേണിംഗ് ആൻഡ് ലിസ്റ്റ് 8 സേഫ്റ്റി മെഷേഴ്സ്. ഓക്കെ, വെറും ടേണിംഗ് ആണ് ചോദിച്ചത്, പക്ഷേ ടേണിംഗ് ഈസ് മെയിൻലി ഡൺ ഓൺ ലെയ്ത്ത്. അതുകൊണ്ട് നമ്മൾ ലെയ്ത്തിനെ നോക്കിയിട്ട് നമുക്ക് ഉത്തരം പറയാം. ഇതാണ് ഒരു ലെയ്ത്ത് ഓപ്പറേഷൻ. ലെയ്ത്ത് എനിക്ക് തോന്നുന്നു മെക്കാനിക്കൽ സ്റ്റുഡൻസിനും ഇൻഡസ്ട്രിയൽ സ്റ്റുഡൻസിനും ലെയ്ത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ലെയ്ത്ത് നോക്കിക്കോ. ഇവിടെ ഒരു ചക്കുണ്ട്. ഈ ചക്കിൽ എന്താ ചെയ്യുന്നത്? ഈ ചക്കിൽ നമ്മളെ വർക്ക് പീസ് ഹോൾഡ് ചെയ്യും. ഈ ചക്കിനകത്ത് ഇവിടെ ഒരു ഓട്ടയുണ്ട് കേട്ടോ, ഒരു ഓട്ടയുണ്ട്. ആ ഓട്ടയിൽ നമ്മളിപ്പോൾ സിലിണ്ട്രിക്കൽ വർക്ക് പീസാണ്. ഇതാണ് നമ്മൾ സിലിണ്ട്രിക്കൽ വർക്ക് പീസ്. ആ സിലിണ്ട്രിക്കൽ വർക്ക് പീസ് നമ്മൾ ഈ ഓട്ടേൻ്റെ അകത്തോട്ട് ഹോൾഡ് ചെയ്യും. ഇതാണ് നമ്മളെ ചക്ക്. അതിൽ നമ്മൾ ഈ വർക്ക് പീസ് ഹോൾഡ് ചെയ്യും. എന്നിട്ട് ഇവിടെയും ഹോൾഡ് ചെയ്യണമല്ലോ, ഇല്ലെങ്കിൽ ഇത് എന്തായാലും തൂങ്ങിയിരിക്കുമോ ക്യാൻറ്റിലിവർ ബീമിനെ പോലെ. അല്ല, ഇവിടെയും ഹോൾഡ് ചെയ്യും. ഓക്കെ, ഇവിടെയും ഹോൾഡ് ചെയ്യും. ഇതാണ് ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ഇതിനകത്ത് നമ്മളെ വർക്ക് പീസ്. ഓക്കെ, ഇനി എന്താ സംഭവം? ഈ ചക്ക് റൊട്ടേറ്റ് ചെയ്യും. ഈ ചക്ക് റൊട്ടേറ്റ് ചെയ്യും. ആൻഡ് ഇത് ഇവിടെ തന്നെ നിൽക്കും, ഇതും റൊട്ടേറ്റ് ചെയ്യും. ഈ ചക്ക് റൊട്ടേറ്റ് ചെയ്യും, അപ്പോൾ വർക്ക് പീസ് കൂടെ തന്നെ റൊട്ടേറ്റ് ചെയ്യും. കാരണം ചക്കിൽ മൗണ്ട് ചെയ്ത് വെച്ചേക്കാണല്ലോ നമ്മളെ വർക്ക് പീസ്. അപ്പം ഇത് ചക്ക് റൊട്ടേറ്റ് ചെയ്യും. ആ ചക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിന് കൂടെ വർക്ക് പീസും റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് ഇത് നോക്കി നോക്ക്, വർക്ക് പീസ് ഇത്രയും ഉണ്ടായിരുന്ന വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്ത് പോയി. ഇനി എന്താ, നമ്മുടെ ടൂൾ ഇത് ഇപ്പോൾ ടോപ്പ് വ്യൂ ആണ്, നമ്മൾ മുകളിൽ നിന്ന് നോക്കിയുള്ള അവസ്ഥയാണിത്. അതായത് ഒരു ചക്കുണ്ട്, അവൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്.
നമ്മളെ വർക്ക് പീസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ ഇവിടെ നമ്മൾ ടെയിൽ സ്റ്റോക്ക് ഉണ്ട്. ഈ ഒരു ഭാഗത്തു നിന്ന് ആരാ വരുന്നത്, നമ്മൾ ടൂൾ വരുന്നുണ്ട് അല്ലേ, മറ്റേ കത്തി പോലത്തെ ടൂൾ വരുന്നുണ്ട്. കത്തി പോലത്തെ ടൂൾ എന്താ ചെയ്യുന്നത്, ഇതാ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ 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 പോയി ഇവിടം വരെ എത്തി. ഓക്കെ, അപ്പോൾ എന്താ ചെയ്ത് ഇത്രയും ആദ്യം ഉണ്ടായിരുന്ന വർക്ക് പീസിനെ ഇപ്പോൾ എത്രയാക്കി, ഇത്ര ചെറുതായിട്ട് കുറച്ചു. ഇനിയും പോവാണ്, ഇനിയും അങ്ങോട്ട് പോകും. പക്ഷേ നമ്മളെ ടൂൾ ഇപ്പോൾ ഇവിടെ എത്തിയുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നിർത്താം. ഓക്കെ, അപ്പം ഈ സൈസിലുണ്ടായിരുന്ന ഈ ഡയമീറ്ററിലുണ്ടായിരുന്ന വർക്ക് പീസിനെ ഈ ഡയമീറ്ററിലോട്ടാക്കി. ഓക്കെ, ടേൺ ചെയ്താണ് ആക്കിയത്. അതാണ് ഈ ടേണിങ് ഓപ്പറേഷൻ. അപ്പോൾ ടേണിങ് ഓപ്പറേഷൻ എന്താ മനസ്സിലായെന്ന് അറിയാലോ. ഇനി ഇവിടെ ഇങ്ങനെ 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 വെട്ടി കുറയ്ക്കുമ്പോൾ എന്തായാലും ചിപ്സ് ഇങ്ങനെ ഫോളോ ഓഫ് ചെയ്യുമല്ലോ. ഇതൊക്കെ ചിപ്സാണ്, മെറ്റൽ ചിപ്സാണ്. മെറ്റൽ ചിപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടിയ എക്സസ് ചിപ്സ് ഫോളോ ഓഫ് ആണ്. അപ്പം ചിപ്സ് ഇങ്ങനെ 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 തെറിക്കുമല്ലോ, നമ്മൾ ആർക്ക് തെറിക്കുന്ന പോലെ, സ്പാർക്ക് തെറിക്കുന്ന പോലെ. അപ്പം നോക്കാം. ഇനി ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ, നമ്മുടെ വർക്ക് പീസ് നമ്മളെ ചക്കിൽ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ആ ചക്ക് ഇവിടെ നിന്ന് ചക്കല്ലല്ലോ, നമ്മുടെ വർക്ക് പീസ് ഇവിടെ നിന്ന് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ടല്ലേ. കാരണം ഇങ്ങനൊരു ആക്സിയൽ ലോഡ്, ഇങ്ങനൊരു ഫോഴ്സാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ചക്ക് തെറിച്ച് പോകാൻ സാധ്യത ഉണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ. അതാ പറഞ്ഞത് സ്റ്റോക്ക് അല്ലെങ്കിൽ വർക്ക് പീസ് ലൂസണിങ് ഫ്രം ദ ചക്ക്. സ്റ്റോക്കും വർക്ക് പീസും ഒന്നാണ്. ഇറ്റ് ക്യാൻ കോസ് ഇമ്പാക്ട്. ആരെങ്കിലും തലയിൽ ഇവിടെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ തലയിലോ എവിടെയോ വന്ന് ഇടിച്ച പണി കിട്ടും. പിന്നെ എൻടാങ്കിൾമെൻറ്റ് വിത്ത് റൊട്ടേറ്റിംഗ് പാർട്സ്, അനദർ ടേണിംഗ് ഹസാർഡ്. പിന്നെ ടൂൾ ബ്രേക്കേജ്. നമ്മൾ ഈ ടൂൾ ഉണ്ടല്ലോ, ടൂൾ നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോയി ഈ റൊട്ടേറ്റിംഗ്, ഇത് ഭയങ്കര ഹൈ സ്പീഡ് റൊട്ടേറ്റിംഗ് ആണ്. പെട്ടെന്ന് കൊണ്ടുപോയി ഇടിച്ചാൽ ചിലപ്പോൾ ആ ടൂളിലെ ഷാർപ്പെല്ലാം ബ്ലണ്ട് ആവും, ആ ടൂൾ തന്നെ പൊട്ടിപ്പോകും ഉള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ടൂൾ ഹൈ സ്പീഡ് സ്റ്റീലും കൊണ്ടാണ് ഉണ്ടാക്കിയത്. അത് ഭയങ്കര ഒരു ഹൈ ടെമ്പറേച്ചറെല്ലാം ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ. അപ്പം പിന്നെ ടൂൾ ബ്രേക്കേജ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇങ്ങോട്ടുള്ള ഒരു ലോഡാണ് വരുന്നത്. അത് കാരണം പെട്ടെന്നെല്ലാം വന്ന് നമ്മൾ ടൂളിന് ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത്ര ഡെപ്തിലാണ് ഇപ്പോൾ കട്ട് കൊടുക്കുന്നത് അല്ലേ. അതിപ്പോൾ ഞാൻ കുറച്ചും കൂടി അങ്ങ് ഡെപ്ത് ഓഫ് കട്ട് കൂടിയ ഇത്രയും ഡെപ്ത് ആദ്യം തന്നെ മൊത്തത്തിൽ ഇത്രയും മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ നോക്കിയാൽ, ഇത്രയും ഉണ്ടായിരുന്നതിന് ഇത്രയും മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ നോക്കിയാൽ അത് ചിലപ്പോൾ ടൂൾ ബ്രേക്കേജിന് കാരണമാവും. പിന്നെ ഉള്ളത് എന്താ, ഫ്ലൈയിങ് ചിപ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഈ മെറ്റൽ ചിപ്സ് എല്ലാം ഫ്ലൈ ചെയ്ത് അത് നമ്മളെ പുറത്തെല്ലാം ഇതാക്കിയാൽ ചിലപ്പോൾ ഹോട്ട് ചിപ്സ് ആയിരിക്കും. അപ്പം അത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാനും ചിലപ്പോൾ ബേൺസ് ഉണ്ടാക്കാൻ വരെ ചാൻസ് ഉണ്ട്. ഇത് തിളങ്ങിയിരിക്കും. നമ്മൾ ഒരു ഓപ്പറേറ്റർ ഈ ലെയ്ത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, തിളങ്ങിയിരിക്കുവാണ്. ഓക്കെ, പിന്നെ സേഫ്റ്റി മെഷേഴ്സ് ഓഫ് ടേണിങ് അല്ലേ. സേഫ്റ്റി മെഷേഴ്സ് ഓഫ് ടേണിങ് എന്താ, സെക്യൂർ ദ സ്റ്റോക്ക് പ്രോപ്പർലി. വർക്ക് പീസ് പ്രോപ്പറായിട്ട് സെക്യൂർ ചെയ്യുക. അതായത് വേണ്ട ലൂസൺ ഇമ്പാക്റ്റ് ആവാതിരിക്കാനാണ്, ലൂസൺ സംഭവിച്ചിട്ട് ഇമ്പാക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെക്യൂർ ദ സ്റ്റോക്ക് പ്രോപ്പർലി എന്ന് പറഞ്ഞത്. റിമൂവ് ദ ചക്ക് കീ ഇമ്മീഡിയറ്റ്ലി. ചക്ക് കീ എന്ന് വെച്ചാൽ എന്താ അറിയോ, നമ്മളിവിടെ ചക്കിൽ നമ്മുടെ വർക്ക് പീസ് ഹോൾഡ് ചെയ്തു, ഇതിനകത്തോട്ട് കയറ്റി വെച്ച് വർക്ക് പീസ് ഹോൾഡ് ചെയ്തു. ഇനി ഹോൾഡ് ചെയ്യണത് എങ്ങനെയാണ്, ഇതിനകത്ത് ഇപ്പോൾ 3 ജോ ചക്ക് 4 ജോ ചക്ക് എന്ന് പറഞ്ഞിട്ട് 3 ജോ ഉണ്ടാവും, അല്ലെങ്കിൽ 4 ജോ ഉണ്ടാവും. ഈ ജോയിനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2-3 ഹോളൊക്കെ ഉണ്ടാവും. ഓക്കെ, ആ ഹോളിൽ നമ്മളൊരു ചക്ക് കീ കയറ്റിയിട്ട് നമ്മൾ ഈ ചക്കീനെ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഈ പിടിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് പീസ് ആ ചക്കിലോട്ട് സെക്യൂർ ആക്കുന്നത്. അപ്പോൾ ചക്കിൽ എന്താ ഉണ്ടാവുക, ചക്കിൽ കുറേ ഹോളുണ്ട്. ആ ഹോളിൽ നമ്മൾ ചക്കി കയറ്റിയിട്ട് ആ ചക്കിയുടെ ഹാൻഡിൽ പിടിച്ച് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ വർക്ക് പീസ് സെക്യൂർ ആയി നിൽക്കും. അതാണ്. എന്നിട്ട് സെക്യൂർ ആയിട്ട് പെട്ടെന്ന് ആ ചക്കിനെ മാറ്റണം. അല്ലെങ്കിൽ ഈ ചക്ക് ഇപ്പം ഇത് വെറുതെ നമ്മൾ വെച്ചേക്കാണ് അല്ലേ ചക്കീനെ, എന്നിട്ട് ആ ചക്കി മാറ്റിയില്ലെങ്കിലുള്ള അവസ്ഥ എന്താണ്, ഈ ചക്ക് കിടന്ന് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഈ ചക്കി ലൂസായിട്ട് ആരെങ്കിലും പുറത്ത് വന്ന് ഇടിക്കും അല്ലേ, തെറിക്കും. പിന്നെ ചെക്ക് ടൂൾ ക്ലിയറൻസ്. ടൂളിൻ്റെ ക്ലിയറൻസ് ചെക്ക് ചെയ്യണം. കീപ് ഹെയർ ആൻഡ് ക്ലോത്തിങ് സ്ട്രേറ്റ്. റൊട്ടേറ്റിംഗ് ഹൈ സ്പീഡ് മെഷീനാണ് ടേണിങ് ഓപ്പറേഷനിലേക്ക്. അപ്പം ഹെയറും ക്ലോത്തിങ്ങും എല്ലാം ടൈറ്റ് ക്ലോത്തിങ് വേണം. ഹെയർ എന്നെല്ലാം മുടിയെല്ലാം ബാക്കി കെട്ടി വെക്കണം. പിന്നെ യൂസ് കറക്റ്റ് സ്പീഡ്. പിന്നെ സ്റ്റോപ്പ് മെഷീൻ ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്. എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം ഇതിപ്പോൾ നമ്മളെ വർക്ക് പീസ് നേരെ സെക്യൂർഡ് അല്ലെങ്കിൽ ഒന്നും കൂടി എടുത്ത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ടൂൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഒന്നും കൂടി എടുത്ത് മാറ്റി വെക്കാനാണെങ്കിൽ നമ്മൾ ഈ മെഷീൻ മൊത്തത്തിൽ ഓഫ് വെക്കണം. ഓക്കെ, ഇത് റൊട്ടേറ്റിംഗ് എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ആ ചെറിയ മൈനർ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം നടത്താൻ പാടുള്ളൂ. ഓക്കെ, ഇനി എത്ര മൈനറാണ് അഡ്ജസ്റ്റ്മെൻ്റ് എങ്കിൽ പോലും ഓഫ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. അവോയ്ഡ് ഫോഴ്സിങ് ദ ടൂൾ ഡ്യൂറിങ് റഫിങ്. ഓക്കെ, ഇനി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മളിപ്പോൾ ഇത് പറഞ്ഞല്ലോ, നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്ര ഉണ്ടായിരുന്ന വർക്ക് പീസിനെ ഇത്രയും ചെറുതാക്കി അല്ലേ, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ മൊത്തത്തിൽ യൂണിഫോം ആയിട്ടാണ് ചെറുതാവുന്നത്.
അപ്പോൾ ഇനി കുറച്ചും കൂടി ടൂൾ അകത്തോട്ട് കയറ്റിയാൽ ഇത്രയും അങ്ങ് ചെറുതാവുമായിരുന്നു അല്ലേ. പക്ഷേ ഇത്രയും അങ്ങ് ചെറുതായെന്ന് നല്ലതല്ല. കാരണം ഇങ്ങനെ നമ്മൾ ടൂളിനെ അങ്ങ് നമ്മളെ രീതിയിൽ ഫോഴ്സ് ചെയ്ത് ഇങ്ങോട്ടേക്ക് നമ്മൾ ടൂളിനെ ആക്കുന്നത് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടാണ് ടൂളിനെ ഇങ്ങോട്ടേക്ക് ആക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ ആ ടൂളിന് ബ്രേക്കേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇതൊക്കെ ലിങ്ക്ഡ് ആണ്. അപ്പം പിന്നെന്താ, ഷട്ട് ഓഫ് പവർ ബിഫോർ ലീവിങ്. പവർ സപ്ലൈ കട്ട് ഓഫ് ചെയ്യണം ബിഫോർ ഓപ്പറേഷൻ, ആഫ്റ്റർ ദ ഓപ്പറേഷൻ ഇസ് ഡൺ ആൻഡ് ബിഫോർ ലിവിങ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് അസസ്മെൻറ്റ്. ഒരു മെറ്റീരിയൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം നമ്മൾ പറഞ്ഞല്ലോ. മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് 2 രീതിയിലുണ്ട്, മാനുവൽ ഹാൻഡ്ലിങ്ങും മെക്കനൈസ്ഡ് ഹാൻഡ്ലിങ്ങും. മാനുവൽ ഹാൻഡ്ലിംഗ് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ നമ്മൾ തന്നെ ലിഫ്റ്റിംഗ് ചെയ്യുന്നു, പുഷിങ് ചെയ്യുന്നു, പുള്ളിങ് ചെയ്യുന്നു, ക്യാരിങ് ചെയ്യുന്നു, അതൊക്കെ മാനുവൽ ഹാൻഡ്ലിംഗ്. ഇനി മെക്കനൈസ്ഡ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സഹായത്തോടെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെക്കാനിക്കൽ എയ്ഡ്സ്. അപ്പം എന്തായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്, സേഫ്റ്റി പ്രിക്കോഷൻസ് ഡ്യൂറിങ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് അസസ്മെൻറ്റ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് അസസ്മെൻറ്റിൻ്റെ ചെയ്യുമ്പോൾ ഉള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എന്താ ആൻഡ് ടെക്നിക്സ്. ഓക്കെ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് അസസ്മെൻറ്റിൻ്റെ സേഫ്റ്റി എന്തൊക്കെയാണ്? ആദ്യം അവോയ്ഡ് ലിഫ്റ്റിംഗ് ഫ്രം ഫ്ലോർ ലെവൽ. ഓക്കെ, അവോയ്ഡ് ലിഫ്റ്റിംഗ് ഫ്രം ഫ്ലോർ ലെവൽ. നമ്മൾ മറ്റേ സ്ലൗച്ചിങ് ടിക്കും റോങ്ങുള്ള ഒരു ഇമേജ് ഓർത്താൽ മതി. ഫ്ലോർ ലെവലിൽ ഇതാക്കുമ്പോൾ നമ്മളെ സ്പൈനിൽ ഭയങ്കര ലോഡ് വരാണ്, അത് നല്ലതല്ല. പിന്നെ യൂസ് മെക്കാനിക്കൽ എയ്ഡ്സ് വെൻ എവർ പോസിബിൾ. ഇപ്പോൾ നമുക്ക് ഭയങ്കര വലിയൊരു ബോക്സ്, വെയിറ്റ് ഉള്ള ഒരു ബോക്സ് എടുക്കണം എന്ന് വിചാരിച്ചോ, തൊട്ടപ്പുറത്ത് നമ്മളെ അതിൽ ഫോർക്ക് ലിഫ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, ആ ഫോർക്ക് ലിഫ്റ്റ് ഉപയോഗിച്ചെടുക്കുന്നതല്ലേ നല്ലത്. അല്ലാതെ നമ്മൾ ഈഗോ കാണിക്കാൻ വേണ്ടി നമ്മളത് പൊക്കിയാൽ പിന്നെ അവിടെ കിടപ്പിലാവും. പിന്നെ എൻഷുർ ഗുഡ് ഫൂട്ടിങ് ആൻഡ് ലൈറ്റിംഗ്. കാലൊക്കെ തറച്ച് വെക്കണം എടുക്കുന്നതിന് മുന്നേ. അവോയ്ഡ് ട്വിസ്റ്റിംഗ് ഡ്യൂറിങ് ലിഫ്റ്റിംഗ്. ഓക്കെ, പിന്നെ ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ട്വിസ്റ്റ് ഡ്യൂറിങ് ലിഫ്റ്റിംഗ് നല്ലതല്ല. നമ്മളെ കൈ ഇവിടെ വെക്കുകയാണെങ്കിൽ നമ്മൾ ആ ട്വിസ്റ്റ്, മൊത്തത്തിലുള്ള ട്വിസ്റ്റ് നല്ലതല്ല. നമ്മളെ ഫുൾ ബോഡിയും കൊണ്ട് വേണം നമ്മൾ ഏതൊരു വെയിറ്റ് ലോഡ് എടുക്കുകയാണെങ്കിലും എടുക്കേണ്ടത്. യൂസ് ടീം ലിഫ്റ്റിംഗ് വെൻ നീഡഡ്. ടീം ലിഫ്റ്റിംഗ് എല്ലാവരും ഒരുമിച്ച്. കീപ് ദ ലോഡ് ക്ലോസ് ടു ദ ബോഡി. ഇവിടെയാണ് നമ്മൾ ലോഡ് ഇരിക്കണമെന്ന് വിചാരിച്ചോ, നമ്മളിവിടെ നിന്നുകൊണ്ട് എത്തിയെടുക്കുന്നതാണ് നല്ലത്. അത് ഇവിടെ വന്നിട്ട് കറക്റ്റ് നമ്മളെ ഫുൾ ബോഡി ഉപയോഗിച്ചിട്ട് മറ്റേ ആ സ്ക്വാട്ട് പൊസിഷനിൽ നിന്നിട്ട് നേരെ മുകളിലോട്ട് എടുക്കുന്നതാണ് നല്ലത്. ഒബ്വിയസ്ലി രണ്ടാമത്തെയാണ് അല്ലേ. പിന്നെ റെഡ്യൂസ് ദ ലോഡ് സൈസ് വെൻ പോസിബിൾ. യൂസ് കൺവെയേഴ്സ് ഷൂട്ട്സ് ഇൻസ്റ്റെഡ് ഓഫ് പുഷിങ് ഓർ പുള്ളിങ്. ഇപ്പോൾ നമ്മളെ കൺവെയർ ഉണ്ട്, നമ്മൾ ഈ എയർപോർട്ടിലെല്ലാം നമ്മളെ ലഗേജ് എല്ലാം കൊണ്ടുവന്ന് കൺവെയേഴ്സ് എല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ. അതുപോലെ ഒരു കൺവെയർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ മാനുവലായിട്ട് എന്തിനാണ് ഹാൻഡിൽ ചെയ്യുന്നത് ആ ലോഡിനെല്ലാം. ഇൻസ്പെക്ട് പാത്ത് ഫോർ ഒബ്സ്റ്റക്കിൾസ്. ഓക്കെ, നമ്മളിപ്പോൾ പോവുകയാണെന്ന് വിചാരിച്ചാൽ ഫോർക്ക് ലിഫ്റ്റ് കൂടെ മെക്കനൈസ്ഡ് ഹാൻഡ്ലിംഗ് ആയ ഫോർക്ക് ലിഫ്റ്റ് കൂടെ നമ്മൾ സാധനം എടുക്കുകയാണ്. സാധനം എടുത്തു, നമ്മൾ ഇവിടെ നിന്ന് ആൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. വെയർ പ്രോപ്പർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, പേഴ്സണൽ ഗ്ലൗസ്, സേഫ്റ്റി ഷൂസ്, അതൊക്കെ ഇടുന്നത് ഇമ്പോർട്ടൻ്റാണ്. മെയിൻറ്റെയിൻ പ്രോപ്പർ പോസ്ചർ വൈൽ ലിഫ്റ്റിംഗ്. പ്രിവെൻറ്റ് ജെർക്കി മൂവ്മെൻറ്റ്സ്. നമ്മൾ പറഞ്ഞില്ലേ ആദ്യം ഒരു എഫേർട്ട് ഇടണം, പിന്നെ വീണ്ടും എഫേർട്ട് ഇടാം. അപ്പോൾ ആദ്യം ഒരു എഫേർട്ട് ഇടുമ്പോൾ സത്യം പറഞ്ഞാൽ കൂടുതൽ എഫേർട്ട് ഇടണ്ടേ. പിന്നെ നമ്മൾ ഒരു മൊമെൻറ്റം കിട്ടിയാൽ നമുക്ക് എളുപ്പം ലിഫ്റ്റ് തള്ളിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ നമ്മൾ ആദ്യം എഫേർട്ട് ഇട്ടിട്ട് പിന്നെ ആ തള്ളൽ നിർത്തിയതിന് ശേഷം വീണ്ടും എടുത്തിട്ടാൽ നമ്മൾ വീണ്ടും റിപ്പീറ്റഡ് എഫേർട്ട് ഇടും. അതിന് ദാറ്റ് കോസസ് റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ്, സ്ട്രെയിൻസ് ആൻഡ് ഫറ്റീഗ് വിച്ച് ഇവൻച്വലി ലീഡ്സ് ടു മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സ്. പിന്നെന്താ, ചെക്ക് വെയിറ്റ് ആൻഡ് സ്റ്റെബിലിറ്റി ബിഫോർ ലിഫ്റ്റിംഗ്. നമ്മൾ നോക്കാം എത്ര വെയിറ്റ് ഉണ്ടെന്ന്. നമ്മളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ലിഫ്റ്റ് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ യൂസ് ദ മെക്കനൈസ്ഡ് ഹാൻഡ്ലിംഗ് മെത്തേഡ്സ്. പിന്നെന്താ, യൂസ് എർഗണോമിക് ജോബ് ഡിസൈൻ എക്സെട്ര. ഇതൊക്കെയാണ് നമ്മളെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിനുള്ള അസസ്മെൻറ്റ് ടെക്നിക്സിനുള്ള സേഫ്റ്റി ഒരു ഇതിലുള്ളത് ഗ്രൂപ്പിൽ വരുന്നത്. പിന്നെ മെയിൻ്റനൻസ് ഓഫ് ചെയിൻ സ്ലിങ്സ്. ചെയിൻ സ്ലിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വലിയ ക്രെയിൻസിലെല്ലാം ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലേ, ചെയിൻസ് ഉണ്ട്. അതിനാണ് ചെയിൻ സ്ലിങ്സ് എന്ന് പറഞ്ഞത്. അതായത് ഇവിടെ ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ നമ്മളെ ചെയിൻ സ്ലിങ്സ് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ ഈ ഓഡ് ഷേപ്ഡ് ടൂളും, ഭയങ്കര ഹെവി ടൂളല്ല, ഓഡ് ഷേപ്ഡ് ഇതെല്ലാം എടുക്കുന്നത്, മെറ്റീരിയൽസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയിൻ സ്ലിങ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ചെയിൻ സ്ലിങ്ങിനെ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? അപ്പോൾ ആ ചെയിൻ സ്ലിങ്ങിനെ നമുക്ക് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം? തറോ എക്സാമിനേഷൻ ആഫ്റ്റർ എവറി 12 months. ഓരോ വർഷം കൂടുമ്പോഴും ഇതിനെ ഒന്ന് എക്സാമിൻ ചെയ്യണം. ഇതിനെന്തെങ്കിലും റസ്റ്റോ ക്രാക്കോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. റീപ്ലേസ് ബെൻഡ് അല്ലെങ്കിൽ ക്രാക്ഡ് ലിങ്ക്സ്. ഇതിൽ ഓരോ സാധനത്തിനാണ് ലിങ്ക്സ് എന്ന് പറയുന്നത്. അതിൽ എന്തെങ്കിലും ബെൻഡോ അല്ലെങ്കിൽ ക്രാക്ഡ് ലിങ്ക് ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യുക. വെയർ മസ്റ്റ് നോട്ട് എക്സീഡ് 10%. ഇതിന് എന്തായാലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെയർ ആൻഡ് ടയർ സംഭവിക്കും. ആ വെയർ ആൻഡ് ടയർ എന്ന് പറഞ്ഞാൽ 10% മുകളിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. റിമൂവ് ദ സ്ലിങ് ഫ്രം സർവീസ് ഇഫ് ഓവർലോഡഡ്. ഇനി ആ സ്ലിങ് ഇപ്പോൾ ഓവർലോഡ് ചെയ്ത സ്ലിങ് ആണെങ്കിൽ അത് പിന്നെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
സ്റ്റോർ ഓൺ പ്രോപ്പർ റാക്ക്. നമ്മൾ ഈ സ്ലിങ് ഉപയോഗിച്ചതിന് ശേഷം അങ്ങനെ നിലത്ത് വാരി വലിച്ച് ഇടുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ പ്രോപ്പർ റാക്കിൽ സൂക്ഷിക്കണം. അതായത് നിലത്ത് വാരി വെച്ചിട്ടാൽ എന്തൊക്കെ റസ്റ്റ് ടെസ്റ്റ് ഇതൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഡു നോട്ട് യൂസ് അസിഡിക് ഓർ കോസ്റ്റിക് എൻവയോൺമെൻറ്റ്. ഡു നോട്ട് യൂസ് ഇൻ അസിഡിക് അല്ലെങ്കിൽ കോസ്റ്റിക് എൻവയോൺമെൻറ്റ് അല്ലേ. അസിഡിക് കാരണം എന്താണ്? അസിഡിറ്റി ഉണ്ടായത് നമ്മളെ മെറ്റൽ സ്ലിങ്സ് ആണല്ലേ. ഇറ്റ് ക്യാൻ ലീഡ്സ് ടു കൊറോഷൻ. ഡു നോട്ട് ഹീറ്റ് ട്രീറ്റ് ഓർ ഗാൽവനൈസ് സ്ലിങ്സ്. ഹീറ്റ് ട്രീറ്റ് ഒന്നും ചെയ്യാൻ പാടില്ല ഇതിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സർവീസ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം തീർന്നെന്ന് ചോദിച്ചാൽ, അതായത് ഇതിൻ്റെ വെയർ ആൻഡ് ടയർ എല്ലാം 10% കൂടുതൽ എക്സീഡ് ആയാൽ പിന്നെ അത് ആ സർവീസിനെ അങ്ങ് ഒഴിവാക്കാം. ഓക്കെ, പുതിയ സ്ലിങ്സിനെ മേടിച്ച് വെക്കാം. മെയിൻ്റനൻസ് ഓഫ് ക്ലാംസ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ക്ലാംസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന ക്ലാംസ് നമ്മൾ മറ്റേ സ്റ്റൗവിൻ്റെ ബാക്കി കാണുന്ന ക്ലാംസ് അല്ല, പക്ഷേ അതും ക്ലാംസാണ് ഇതും ക്ലാംസാണ്. കുറേ തരം ക്ലാംസ് ഉണ്ട്. നിങ്ങൾ നെറ്റിൽ അടിച്ച് നോക്കിയാൽ മനസ്സിലാവും. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ മെയിൻ്റനൻസ് ഓഫ് ക്ലാംസ്. അപ്പം മെയിൻ്റനൻസ് ഓഫ് സ്ലിങ്സും ചോദിച്ചിട്ടുണ്ട്. അന്നേ വർഷത്തെ തന്നെയാണ് തോന്നുന്നത് മെയിൻ്റനൻസ് ക്ലാംസും ചോദിച്ചിട്ടുള്ളത് 7 മാർക്കിന്. അപ്പോൾ നോക്കാം, ക്ലാം മെയിൻ്റനൻസ് 7 മാർക്കിന് ചോദിച്ചാൽ എന്തൊക്കെ എഴുതും? ഇതാണ് നമ്മളെ മറ്റേ കാണുന്നത്, ഇവിടെ സ്ക്രൂ ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ആക്കുന്നത്. അല്ലാതെയുള്ള ക്ലാംസ് ഇതാണ് ഇൻഡസ്ട്രിയൽ ക്ലാംസ് ഇങ്ങനെയുണ്ട്. പിന്നെ ഞാൻ കാണിച്ചത് മറ്റേ കുറേ ടൈപ്പ് ഉണ്ട് ക്ലാംസ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ക്ലാംസ് കുറച്ചും കൂടി കൂടിയ സാധനമാണ്, പൈപ്പിലെല്ലാം ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലാം മെയിൻ്റനൻസ് എന്താ? ക്ലീൻ ദ ക്ലാമ്പ് ആഫ്റ്റർ എവറി യൂസ്, പ്രിവെൻറ്റ് ഡസ്റ്റ്, മോയ്സ്ചർ, കൊറോഷൻ, ഓയിൽ ദ മൂവിങ് പാർട്സ് റെഗുലർലി. മൂവ് ചെയ്യുന്ന പാർട്സിനെല്ലാം റെഗുലർലി ഓയിൽ ചെയ്യുക. ചെക്ക് സ്ക്രൂ ത്രെഡ്സ് ആൻഡ് പാഡ്സ്. നമ്മൾ സ്ക്രൂ ത്രെഡ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇതിലാണെങ്കിലും ഇവിടെ സ്ക്രൂ ത്രെഡ് ഉണ്ട്. അല്ലാതെ നമ്മളെ മറ്റേ ആ എൽ ഷേപ്പിലിരിക്കുന്ന ക്ലാമ്പ് ആണെങ്കിലും ഇവിടെ ആണെങ്കിലും സ്ക്രൂ ത്രെഡ്സ് ഉണ്ട്. ഇതിനെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ക്രൂ ത്രെഡും പാഡും എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണോ, ഇപ്പോഴും ആ കട്ടൊക്കെ ഉണ്ടോ, ത്രെഡ് എല്ലാം ഉണ്ടോ എന്നെല്ലാം നോക്കണം. ചിലപ്പോൾ വേറെ ടയർ എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ത്രെഡ് എല്ലാം വിസിബിൾ ആവില്ല. തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവും, തേഞ്ഞു പോയിട്ടുണ്ടാവും. സ്റ്റോർ ഇൻ ഡ്രൈ ഏരിയ. ക്ലാമ്പിൻ്റെ മെയിൻ്റനൻസ് ആണ് പറയുന്നത്. ആൻഡ് ഇൻസ്പെക്ട് ദ ജോസ് ഫോർ ക്രാക്സ്. 2 ജോസ് ഉണ്ടാവില്ല, ആ ജോസിലായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കണം നമ്മളെ വർക്ക് പീസ്. അപ്പോൾ ആ ജോസിന് എന്തെങ്കിലും ക്രാക്ക് എല്ലാം ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഇത്രയും ടൈറ്റായിട്ട് നമ്മളൊരു വർക്ക് പീസിനെ ഫിക്സ് ചെയ്ത് വെക്കുമ്പോഴേ അതിൽ അത്രയും ഫോഴ്സാണ് ജോ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ചിലപ്പം ക്രാക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. റീപ്ലേസ് ദ ഡാമേജ്ഡ് ക്ലാംസ്. 2 സേഫ്റ്റി ഗാർഡ്സ്. സേഫ്റ്റി ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മളെ ഫസ്റ്റ് ഇതാണോ അതോ മറ്റേ സേഫ് ഗാർഡിംഗ് ഡിവൈസ് ആണോ? ഫസ്റ്റ് ആണ് അല്ലേ, മറ്റേ ബാരിയർ മറ്റേ ഗാർഡ്സിൽ വരുന്ന സേഫ്റ്റി ഗാർഡ്സ്. എക്സ്പ്ലെയിൻ ദ ഓപ്പറേഷൻ ഓഫ് എനി 2 ടൈപ്സ് ഓഫ് സേഫ്റ്റി ഗാർഡ്സ് വിത്ത് സ്കെച്ചസ്. 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നോക്കിക്കോ, ഞാൻ ഇവിടെ നോട്ടായിട്ട് പറഞ്ഞേക്കാം. ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ എനി 2 സേഫ്റ്റി ഗാർഡ്സ്, സേഫ് ഗാർഡിംഗ് ഡിവൈസസ് അല്ല, സേഫ്റ്റി ഗാർഡ്സ് വിത്ത് സ്കെച്ചസ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഫിസിക്കൽ ഗാർഡ്സിനെ കുറിച്ചാണ് പറയേണ്ടത്. മറ്റേ പ്രസൻസ് സെൻസിങ് അതൊന്നും അല്ല കേട്ടോ. ഓക്കെ, 2 സേഫ്റ്റി ഗാർഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ നേരത്തെ കണ്ടത് ഫിക്സ്ഡ് ഗാർഡ്, നമ്മളെ മില്ലിലെല്ലാം പോയി കാണാൻ പറ്റുന്ന. പിന്നെ ഇൻ്റർലോക്ക്ഡ് ഗാർഡ്സ് അല്ലേ, ഇതെടുത്ത് മാറ്റുകയാണെങ്കിൽ എന്താ അപ്പം തന്നെ ഓപ്പറേഷൻ നിന്നു. പിന്നെ കറക്റ്റ് ഇത് വെച്ച് ഫിറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ പിന്നെ തിരിച്ച് ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുള്ളൂ, റെസ്യൂം ചെയ്യുള്ളൂ. ഓക്കെ, 2 സേഫ്റ്റി ഗാർഡ്സ്, ഫിക്സ്ഡ് ഗാർഡ്സും ഉണ്ട്, ഇൻ്റർലോക്ക്ഡ് ഗാർഡ്സും ഉണ്ട്. ഫിക്സ്ഡ് ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സ്ഡ് ഗാർഡ്സ് ആർ റിജിഡ് എൻക്ലോഷർ ഓവർ ദ ഡേഞ്ചർ ഏരിയ. ഇതിൽ കണ്ട ഇൻസ്പെക്ഷൻ പാനലുണ്ട്, അല്ലാതെ ഇതൊന്നും എടുത്ത് മാറ്റാനൊന്നും പറ്റത്തില്ല. പ്രിവെൻറ്റ്സ് കോൺടാക്ട് കംപ്ലീറ്റ്ലി. ഇൻ്റർലോക്ക് ഗാർഡ്സ് ആണ് സ്റ്റോപ്സ് ദ മെഷീൻ വെൻ ദ ഗാർഡ് ഓപ്പൺസ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. അലൗസ് സേഫ് ആക്സസ് ഡ്യൂറിങ് മെയിൻ്റനൻസ്. അപ്പോൾ മെയിൻ്റനൻസിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർലോക്ക്ഡ് ഗാർഡ്സ് അല്ലേ. മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഇത് മെഷീൻ ഓണായി നിൽക്കണം എന്നില്ലല്ലോ. അപ്പം സേഫ് ആക്സസിന് വേണ്ടിയിട്ട് ഡ്യൂറിങ് മെയിൻ്റനൻസ് വി യൂസ് ഇൻ്റർലോക്ക്ഡ് ഗാർഡ്സ്. ഇനി ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ നമ്മൾ ഇതിന് മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷേ 8 മാർക്കിനാണ് ചോദിച്ചേക്കണം അല്ലേ. 8 മാർക്കിന് എനി 2 സേഫ് ഗാർഡിനെ കുറിച്ച് ചോദിച്ചാൽ എന്താണ് ഞാൻ മൊത്തം സേഫ്റ്റി ഗാർഡ്സിനെ കുറിച്ച് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചതല്ല, ഞാൻ അതുകൊണ്ടാണ് കളർ മാറ്റി വെച്ചേക്കണം. ഓക്കെ, എന്നാലും നമ്മൾ അതിനെ അറിഞ്ഞിരിക്കണം, അഥവാ ചോദിക്കുകയാണെങ്കിലോ. അപ്പോൾ ഫിസിക്കൽ ഗാർഡ്സ് നമുക്ക് 3 രീതിയിൽ, അല്ലെങ്കിൽ സേഫ്റ്റി ഗാർഡ്സിനെ നമുക്ക് 4 രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരെണ്ണം ഫിക്സ്ഡ് ഗാർഡ്സ്, അതിൻ്റെ ഡെഫിനേഷൻ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്കുള്ളത് ഇൻ്റർലോക്കിംഗ് ഗാർഡ്സ്. പിന്നെ നമുക്കുള്ളത് എന്താ അഡ്ജസ്റ്റബിൾ ഗാർഡ്സ് ആൻഡ് പിന്നെ നമുക്കുള്ളത് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഗാർഡ്സ്. ഇനി ഫിക്സ്ഡ് ഗാർഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ പെർമനൻ്റ്ലി അറ്റാച്ച്ഡ് ആണ്, നോ മൂവിങ് പാർട്സ്, മാക്സിമം പ്രൊട്ടക്ഷൻ നമ്മൾ ഫിക്സ്ഡ് ഗാർഡാണ്. കാരണം നമ്മൾ അങ്ങോട്ട് എന്താണ് കൈയിടാനേ സമ്മതിക്കത്തില്ല. ലോ കോസ്റ്റ് ആണ്, യൂസ് ഫോർ ഗിയേഴ്സ്, ഷാഫ്റ്റ്, ബെൽറ്റ്. ഇവിടെ എല്ലാം മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര ചുരുക്കമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഫിക്സ്ഡ് ഗാർഡ്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇൻ്റർലോക്ക് ഗാർഡ്സ് എന്ന് പറയുന്നത് ഗാർഡ്സ് ആർ കണക്റ്റഡ് ടു എ സ്വിച്ച്. അപ്പോൾ എപ്പോൾ ഗാർഡ് എടുത്ത് മാറ്റുന്നോ അപ്പോൾ ആ സ്വിച്ച് പോകും. പിന്നെ എപ്പോൾ ഗാർഡ് എടുത്ത് തിരിച്ച് വെക്കുന്നോ അപ്പോൾ ആ സ്വിച്ച് പ്രസ് ആവും. എന്താണ് ഓപ്പറേഷനൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കും. ഇഫ് ദ ഗാർഡ് ഓപ്പൺസ് മെഷീൻ സ്റ്റോപ്സ്. പ്രിവെൻറ്റ്സ് ആക്സിഡൻ്റൽ ആക്സസ്. ഓക്കെ, യൂസ് ഫോർ പ്രസ്സസ്, കട്ടിംഗ് മെഷീൻസ് എക്സെട്ര. ഏതാ? ഇൻ്റർലോക്ക് ഗാർഡ്സ്. ഇനി അഡ്ജസ്റ്റബിൾ ഗാർഡ്സ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ.
അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്? മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാനുവലി പൊസിഷൻ ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ സൈസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ചെറിയ മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗാർഡ് വെക്കുകയാണെങ്കിൽ എന്താണ്, എൻ്റെ ഗാർഡ് ഇത്ര ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കിതിനെ എന്താണ് വലുതാക്കിയിട്ട്, ആ ഗാർഡിനെ വലുതാക്കിയിട്ട് കുറച്ചും കൂടി വലുതാക്കാം. എന്തിനാ? നമ്മുടെ വലിയ സൈസ് മെറ്റീരിയലിനെ വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോഴും ഗാർഡ് ചെയ്യാണ്, ഇപ്പോഴും ഇനിയിപ്പോൾ ചെറിയ സൈസ് മെറ്റീരിയൽ ആണെങ്കിൽ അപ്പോഴും ഗാർഡ് ചെയ്യാണ്. ഓക്കെ, അപ്പം മാനുവലി പൊസിഷൻഡ് ബേസ്ഡ് ഓൺ മെറ്റീരിയൽ സൈസ്, ഫ്ലെക്സിബിൾ ആണ്, ബട്ട് ഡിപ്പെൻസ് ഓൺ ദ കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പം ഇപ്പോൾ എനിക്ക് ഈ ചെറിയൊരു എന്താണ് മെറ്റീരിയലിന് എനിക്ക് ഇത്രയും വലിയ ഗാർഡിൻ്റെ ആവശ്യമില്ല അല്ലേ, ഇത്രയും വലിയ ഗാർഡിൻ്റെ ആവശ്യമില്ല, ഇത്രയും ഗാർഡിൻ്റെ ആവശ്യമില്ല. എന്നാൽ വലിയൊരു മെറ്റീരിയലിന് എനിക്ക് ചെറിയ ഗാർഡ് അതും പറ്റത്തില്ല. അപ്പം ഇറ്റ് ഡിപ്പെൻസ് ഓൺ കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ വലിയ കാര്യമുണ്ട്. അഡ്ജസ്റ്റബിൾ ഗാർഡിൽ യൂസ് ഫോർ ഷിയറിങ്, മില്ലിംഗ് ഓപ്പറേഷൻ, അവിടെയൊക്കെയാണ് മില്ലിംഗ് മെഷീൻ, അവിടെയാണ് നമ്മൾ അഡ്ജസ്റ്റബിൾ ഗാർഡ്സ് ഉപയോഗിക്കുന്നത്. ഇനി സെൽഫ് അഡ്ജസ്റ്റിംഗ് ഗാർഡ് എന്ന് പറയുമ്പോൾ സ്വയമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ വിചാരിക്കും അതെങ്ങനെ സ്വയമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ യൂട്യൂബിലെല്ലാം ഇൻസ്റ്റാഗ്രാമിലെല്ലാം എന്താണ് വീഡിയോസ് എല്ലാം വരുന്നുണ്ടാവും അല്ലേ, നമ്മൾ ഈ കട്ടിങ്, വുഡ് വർക്കിംഗ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ ഈ വലിയ വുഡൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുകളിൽ എന്താണ് നമ്മളെ ചെയിൻ സോസ്, വുഡ് കട്ടിങ് സോസ് ഉണ്ടാവുമല്ലോ, ടേബിൾ സോ. ഈ ടേബിൾ സോയിൽ തന്നെ ഒരു ചെറിയൊരു ഗാർഡ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ ഗാർഡ് എന്താണ് ചെയ്യുന്നത്? ആ ഗാർഡ് നമ്മൾ വുഡിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് ഇങ്ങനെ താനെ അങ്ങ് മുകളിലോട്ട് പോയിക്കോളും. നമ്മളിങ്ങനെ ബാക്കിലോട്ട് പോകുന്ന വഴി ബാക്കിലോട്ട് നമ്മൾ ആ ടേബിൾ സോ നീക്കുമ്പോൾ ആ ഗാർഡ് താനെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും, ആ വുഡിൻ്റെ തിക്നെസ് അനുസരിച്ച്. ഇപ്പോൾ വുഡിൻ്റെ തിക്നെസ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, ഇങ്ങനെയാണ് വുഡിൻ്റെ തിക്നെസ് എന്ന് വിചാരിച്ചോ, നമുക്കിവിടെ കട്ട് ചെയ്യണം. നമ്മളെ ടേബിൾ ഇത് സോ എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിച്ചോ. ഇവിടെയാണ് നമ്മൾ കട്ടർ. ഇതിന് ഇങ്ങനെ ഒരു കട്ടർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താ സംഭവം? നമ്മൾ ഈ മെറ്റീരിയലിന് ഇങ്ങനെ നീക്കുകയാണ്. അതായത് ഇതാണ് നമ്മളെ മെറ്റീരിയൽ. ആ മെറ്റീരിയൽ ഇങ്ങനെ നീക്കുമ്പോൾ ഈ ഗാർഡ് എന്താ പൊന്തി ഇവിടെയൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ പൊന്തി വരും. മനസ്സിലായോ? അതാണ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഗാർഡ്. ഓട്ടോമാറ്റിക്കലി റൈസസ് ഫോർ ദ സ്റ്റോക്ക് അല്ലെങ്കിൽ വർക്ക് പീസ് അല്ലേ. റിട്ടേൺസ് ടു സേഫ് പൊസിഷൻ ആഫ്റ്റർ ദ ഓപ്പറേഷൻ. നമ്മൾ ഇങ്ങനെ വന്നു, ഇവിടം വരെ എത്തി. അപ്പോൾ ഇവിടം വരെ ഗാർഡ് വന്നു, പക്ഷേ നമ്മളെ ടേബിൾസോ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ എത്തി, എന്നിട്ട് ഇവിടെ വന്നപ്പോൾ തിരിച്ച് ബാക്ക് ടു നോർമൽ. യൂസിങ് ടേബിൾ സോഴ്സ്, വുഡ് വർക്കിംഗ്, അവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി സേഫ് ഗാർഡിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 2 സേഫ്റ്റി ഗാർഡ്സ് എന്ന് ചോദിച്ചാൽ ഫിക്സ് ഗാർഡോ ഇന്റർലോക്ക് ഗാർഡോ മറ്റേ നമ്മൾ അഡ്ജസ്റ്റിങ്ങോ സെൽഫ് അഡ്ജസ്റ്റിങ്ങോ ഏതെങ്കിലും ഒരെണ്ണം എഴുതാം, ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം. എന്നാൽ സേഫ് ഗാർഡിംഗ് ഡിവൈസ് വേറെ തന്നെയാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പ്രസൻസ് സെൻസിങ് ഡിവൈസസ്, ലൈറ്റ് കർട്ടൻ അല്ലേ, പുൾ ബാക്ക് ഡിവൈസ് പുൾ ചെയ്യും. റിസ്റ്റൈൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൈ അങ്ങോട്ട് പോകാനേ സമ്മതിക്കില്ല. 2 ഹാൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ 2 കൈ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ പ്രവർത്തിക്കുള്ളൂ. ട്രിപ്പ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ട്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ബട്ടൺസ് എല്ലാം ഉണ്ടാവും, എമർജൻസി പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓട്ടോമാറ്റിക് ഫീഡിങ് അല്ലെങ്കിൽ ഇജക്ഷൻ, എലിമിനേറ്റ് ഓപ്പറേറ്റർ എക്സ്പോഷർ, ഹൈ പ്രൊഡക്ടിവിറ്റി ആണ് അതിന്. ഗാർഡിംഗ് ബൈ ലൊക്കേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, ഹസാർഡ് പ്ലേസ് ബിയോണ്ട് ദ റീച്ച്. ഓക്കെ, ഇനി ഗ്രൈൻഡിങ് ഹസാർഡ്സ് നമ്മൾ ഗ്രൈൻഡറെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ. ഗ്രൈൻഡറെല്ലാം ഉപയോഗിച്ച് കാണേണ്ടതാണ്. ഇല്ല കുഴപ്പമില്ല. എക്സ്പ്ലെയിൻ പൊട്ടൻഷ്യൽ ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് ഗ്രൈൻഡിങ്. 6 മാർക്കിന്. ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് ഗ്രൈൻഡിങ്. അപ്പോൾ ഒരു ഗ്രൈൻഡർ എങ്ങനെ ഇരിക്കുന്നു ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ. ഒരു ഗ്രൈൻഡർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഗ്രൈൻഡിങ് ഡിസ്ക് ഉണ്ടാവും, പിന്നെ ഇവിടെ പിടിക്കാനുള്ളൊരു ഇതുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഗ്രൈൻഡിങ് ഡിസ്കിൻ്റെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മളെ കയ്യിലൊന്നും കാണില്ല, പക്ഷേ ശരിക്കും ഇതിനൊരു സേഫ്റ്റി ഗാർഡ് അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ഗാർഡ് ഉണ്ട് കേട്ടോ. അതായത് ഇങ്ങോട്ട് ആ ഗ്രൈൻഡിങ് ഡിസ്ക് അഥവാ ഇവിടുന്ന് ഊരി വന്നാൽ, നമ്മൾ ഈ പിടിയിൽ നിന്ന് ഊരി വന്നാലും നമ്മളടുത്തോട്ട് തിരക്കാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ പിടിച്ചിട്ടായിരിക്കുമല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് അഥവാ നമ്മളെ ഈ ഗ്രൈൻഡിങ് വീല് ഊരി വന്നാലും നമ്മളടുത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫിക്സ്ഡ് ഗാർഡ് ഉണ്ടാവും. ഓക്കെ, ആ ഫിക്സ് ഗാർഡ് ഇല്ലാതെ കുറേ പേര് ഉപയോഗിക്കുന്ന കണ്ടിട്ട് അത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. ഇല്ലെങ്കിൽ വേറെ ഗ്രൈൻഡിങ് വീലോ അല്ലെങ്കിൽ ഗ്രൈൻഡിങ് മെഷീനോ വേറെ ഗാർഡോ മേടിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക. എക്സ്പ്ലെയിൻ പൊട്ടൻഷ്യൽ ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് ഗ്രൈൻഡിങ്. ഫസ്റ്റ് വൺ, വീൽ ബ്രേക്കേജ്. വീൽ തന്നെ മൊത്തത്തിൽ ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വീല് ലൂസായി പോവാം. ഓക്കെ, രണ്ടുമുണ്ട്. വീല് ലൂസായിട്ട് നമ്മൾ പുറത്ത് വന്ന് ഇടിക്കാം, വീല് ബ്രേക്ക് ചെയ്തിട്ട് ആ ബ്രേക്കേജ് കാരണം അതിൻ്റെ ചിപ്സ് എല്ലാം അതൊരു പ്രൊജക്റ്റൈലാണല്ലോ, പ്രൊജക്റ്റൈൽ കാരണം ഇഞ്ചറി നമുക്ക് സംഭവിക്കാം. പിന്നെ ഫ്ലൈയിങ് സ്പാർക്സ് ആൻഡ് പാർട്ടിക്കിൾ. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ മെറ്റലായിട്ട് നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സ്പാർക്ക് വരും അല്ലേ. ഈ സ്പാർക്ക് നമ്മളെ പുറത്ത് വന്ന ബേൺസ് എല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഫ്ലൈയിങ് സ്പാർക്സ് ആൻഡ് പാർട്ടിക്കൽസ്. ഫയർ ഹസാർഡ് കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആർക്ക് വെൽഡിങ്ങിലും ആർക്ക് വെൽഡിങ്ങിൽ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്പാർക്ക് വല്ല ഫ്ലെയിമബിൾ ആയിട്ട് കോൺടാക്ട് വന്നാൽ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു. ഇവിടെയും സെയിം ആണ് ഫയർ ഹസാർഡ്. വൈബ്രേഷൻ ഇഞ്ചറി. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ മെറ്റലും നമ്മളെ ഗ്രൈൻഡിങ് വീലും കോൺടാക്ട് വരുമ്പോൾ നമ്മളെ പിടിക്കുന്ന സ്ഥലം അത്യാവശ്യം നല്ല രീതിയിൽ വൈബ്രേറ്റ് ആവും അല്ലേ. പിന്നെ നോയ്സ് എക്സ്പോഷർ. ഗ്രൈൻഡിങ് വല്ലാത്തൊരു നോയ്സാണ്. പിന്നെന്താ ഇലക്ട്രിക്കൽ ഷോക്ക് ഇഫ് വെറ്റ് സർഫസ്.
അതും സെയിം തന്നെയാണ്. ഇലക്ട്രിക്കൽ കണക്ഷൻ വഴിയല്ലേ ഗ്രൈൻഡിങ് വീല് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും വെറ്റ് സർഫസ് ആയിട്ട് കോൺടാക്ട് വന്നാൽ ഇലക്ട്രിക്കൽ ഷോക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്യൂഷന് സാധ്യതയുണ്ട്. ഇനി ഗ്യാസ് വെൽഡിംഗ് സേഫ്റ്റി, നമ്മൾ ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. ആർക്ക് ഇലക്ട്രിസിറ്റി വഴിയാണ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞു. ഇനി ഗ്യാസ് വെൽഡിങ്ങിലാണെങ്കിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ട് അല്ലേ. ഇവിടെ അതിൽ തന്നെ മെയിൻ ആയിട്ടുള്ളത് ഓക്സി അസിറ്റിലീൻ വെൽഡിംഗ് ആണ്. കേട്ട് കാണുമായിരിക്കും. എനിക്ക് തോന്നുന്നു മെക്കാനിക്കൽ സ്റ്റുഡൻസിനും ഇൻഡസ്ട്രിയൽ സ്റ്റുഡൻസിനെല്ലാം ഓക്സി അസിറ്റിലീൻ വെൽഡിംഗ്, ഗ്യാസ് വെൽഡിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ. ഇനി എന്തായാലും അപ്പോൾ ഓക്സിജൻ ടാങ്ക് ഉണ്ടാവും, ഒരു അസിറ്റിലീൻ ടാങ്ക് ഉണ്ടാവും. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ ശ്രദ്ധിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ഈ ഓക്സിജൻ ഗ്യാസും അസിറ്റിലീൻ ഗ്യാസും കൂടി ഒരുമിച്ച് നമ്മുടെ ടോർച്ചിൽ വരും. ഇങ്ങനെ നമുക്ക് ഫ്ലെയിം ക്രിയേറ്റ് ചെയ്യും. ഈ ഫ്ലെയിം എന്ത് ചെയ്യും, രണ്ട് മെറ്റലിനെ ഫ്യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഇലക്ട്രോഡ് അല്ലാതെ ഈ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഫില്ലർ റോഡ് ഉണ്ടാവും. ഈ ഫില്ലർ റോഡ് എന്താ ചെയ്യുന്നത്, ഇവിടെ ഉള്ള രണ്ട് മെറ്റലിനെ ഫില്ല് ചെയ്യാൻ ഈ ഫില്ലർ മെറ്റൽ ഉപയോഗിക്കും. ഈ ഫില്ലർ മെറ്റൽ ഉപയോഗിച്ചിട്ടായിരിക്കും ഫില്ല് ചെയ്യുന്നത്. അപ്പം ഈ ഫില്ലർ മെറ്റൽ മെറ്റലാണല്ലേ, സോളിഡാണ്. ഈ സോളിഡിന് ലിക്വിഡിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോർച്ച് ഉപയോഗിച്ചിട്ട് ഇതിനെ മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ടിട്ട് ഇവന്മാർ രണ്ടുപേരും ഇൻ നോ ടൈം ഒറ്റ പീസായിട്ട് മാറും. ഓക്കെ. അപ്പം ഈ ഗ്യാസ് വെൽഡിംഗ് ഉപയോഗിക്കുമ്പോൾ അവിടെയുള്ള എക്സ്പ്ലോഷൻ റിസ്ക് ഒക്കെ എന്താണ്? അപ്പം ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ ഈ ഗ്യാസിലൊക്കെ ആയിരിക്കും മെയിനായിട്ട് കാണുന്നത് അല്ലേ. എന്താണ് ഇതിൻ്റെ റിസ്ക്, ഹസാർഡെല്ലാം നോക്കാം. എക്സ്പ്ലോഷൻ റിസ്ക് ഡ്യൂ ടു അസിറ്റിലീൻ. അസിറ്റിലീൻ കാരണം എക്സ്പ്ലോഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബാക്ക് ഫയർ അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക്. ഈ ഫ്ലാഷ് ബാക്ക് എന്താ അറിയാം, ഈ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ച് ഈ ഫയർ ഉണ്ടല്ലോ, ഈ ഫയർ തിരിച്ച് നമ്മുടെ ടോർച്ച് കൂടെ നമ്മുടെ ഗ്യാസിലോട്ട് പോയാൽ എന്താ സംഭവിക്കും, ഇറ്റ് ക്രിയേറ്റ്സ് ഹൈ പ്രഷർ കാരണം എക്സ്പ്ലോഷന് ചാൻസ് ഉണ്ട്. ഗ്യാസ് ടാങ്കിലോട്ട് പോയാൽ ഹൈ പ്രഷർ കാരണം എക്സ്പ്ലോഷന് ചാൻസ് ഉണ്ട്. അപ്പം അത് നല്ലതല്ല, അത് ഇറ്റ്സ് എ ഹസാർഡ്. സേഫ്റ്റി ഇഷ്യൂസ് ആണ് ചോദിച്ചത്. ഡിസ്കസ് സേഫ്റ്റി ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് ഗ്യാസ് വെൽഡിംഗ് 8 മാർക്കിന്. അപ്പോൾ ഈ ബാക്ക് ഫയറും ഫ്ലാഷ് ബാക്കും ഇസ് എ സേഫ്റ്റി ഇഷ്യൂ. സിലിണ്ടർ ഹാൻഡ്ലിംഗ് ഹസാർഡ്. സിലിണ്ടർ നമ്മൾ കറക്റ്റ് രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഹസാർഡ്. പുവർ വെന്റിലേഷൻ ഫ്യൂംസ്. നമ്മൾ മറ്റടുത്താണെങ്കിൽ ആർക്ക് വെൽഡിംഗ് ആണെങ്കിലും ഗ്യാസ് വെൽഡിംഗ് ആണെങ്കിലും വെൽഡിംഗ് ചെയ്യുമ്പോൾ ഫ്യൂംസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫ്യൂംസിനെ എടുത്ത് കളയേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പുവർ വെന്റിലേഷൻ എന്ന് പറയുന്നത് ഇസ് എ ഹസാർഡ്. ഇറ്റ് ക്യാൻ കോസ് ഡാമേജ്. എന്താ ഹസാർഡ് ഈസ് സംതിങ് വിച്ച് has the likelihood to cause damage അല്ലെങ്കിൽ harm അല്ലേ. ഓക്കെ. സംതിങ് വിച്ച് ഹാസ് എ പൊട്ടൻഷ്യൽ ടു കോസ് harm. പൂർ വെന്റിലേഷൻ. പിന്നെ എന്താ പറയുന്നത്, ഫയർ റിസ്ക്. യൂസ് ഫ്ലെയിം അറസ്റ്റേഴ്സ് എന്താ, നമ്മൾ ഈ തിരിച്ച് ബാക്ക് ഫയർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഫ്ലെയിം തിരിച്ച് ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഫ്ലെയിം അറസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ബാക്കിലോട്ട് പോയാൽ എന്താ സംഭവിക്കുക, നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ പ്രഷർ കൂടുതൽ ക്രിയേറ്റ് ചെയ്തിട്ട് എക്സ്പ്ലോഷനൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സ്റ്റോർ സിലിണ്ടേഴ്സ് കറക്റ്റ് അപ്രൈറ്റ് അല്ലേ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്ലോസ് വാൽവ്സ് ഡ്യൂറിങ് ബാക്ക് ഫയർ. മാനുവൽ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി അസസ്മെൻറ്റിന് അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കസ് ദ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി അസസ്മെൻറ്റ് ഫോർ ലിഫ്റ്റിംഗ് പ്രോസസ് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി അസസ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി നമ്മൾ 6 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നോക്കുകയാണ് എന്താ, കീപ് ദ ലോഡ് ക്ലോസ് ടു ദ ബോഡി. നമ്മൾ നേരത്തെ പറഞ്ഞ അതൊക്കെ തന്നെ. ലിഫ്റ്റ് ബിറ്റ്വീൻ ഷോൾഡർ നക്കിൾ ഹൈറ്റിൽ തന്നെ ലിഫ്റ്റ് ചെയ്യാൻ നോക്കണം. റെഡ്യൂസ് ദ ലോഡ് ഇഫ് ബൾക്കി. അവോയ്ഡ് ട്വിസ്റ്റിംഗ് ദ ടോസോ. ട്രയൽ ലിഫ്റ്റ് ഫസ്റ്റ്. അവോയ്ഡ് റിപ്പിറ്റേറ്റീവ് ഹെവി ലിഫ്റ്റിംഗ്. ആർക്ക് വെൽഡിംഗ് സേഫ്റ്റി പ്രാക്ടീസ്. ആർക്ക് വെൽഡിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൽ ക്വസ്റ്റൻ എന്തായിരുന്നു, ഡിസ്ക്രൈബ് ദ സേഫ്റ്റി പ്രാക്ടീസസ് ഡ്യൂറിങ് ആർക്ക് വെൽഡിംഗ് 8 മാർക്കിന്. ഇത് ഞാൻ കമ്പൈൽ ചെയ്തപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയതാണ്, പക്ഷേ യു ഗെറ്റ് ദ ഐഡിയ. ആർക്ക് വെൽഡിംഗ് സേഫ്റ്റി പ്രാക്ടീസസ് ഒന്നുകൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ എർത്തിങ്ങും പ്രോപ്പർ വയറിങ്ങും, ഇലക്ട്രോഡിന് കറക്റ്റ് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താണ്, യൂസ് PPE ഇൻക്ലൂഡിങ് ഗ്ലൗസ്, ഹെൽമെറ്റ്സ് എക്സെട്ര. ഹെൽമെറ്റ് തന്നെ മറ്റേ നമുക്ക് വെൽഡിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഹെൽമെറ്റ് ആണല്ലേ, സ്ക്രീനൊക്കെ ഉള്ളത്. മെയിൻറ്റെയിൻ ഡ്രൈ ഫ്ലോർ. അവോയ്ഡ് വെറ്റ് ക്ലോത്തിങ്. കീപ് ഫ്ലെയിമബിൾസ് അവേ. യൂസ് ഫ്യൂം എക്സ്ട്രാക്ഷൻ. വെൽഡിങ് ചെയ്യുമ്പോൾ ഫ്യൂം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഫ്യൂം ഈസ് ഡെവലപ്ഡ്. ആ ഫ്യൂമിനെ എക്സ്ട്രാക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നീട് പ്രശ്നം വരും. ലങ് ക്യാൻസറും ഡിസീസും ഇൻഫ്ലമേഷനും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ക്രോണിക് കഫും എല്ലാം പ്രശ്നം, ആസ്മ ഒക്കെ പിന്നീട് ഉണ്ടാവും. അതൊക്കെ ക്രോണിക് ഇൽനെസ്സസാണ്. പിന്നെ ഇൻസ്പെക്ട് കേബിൾസ് അല്ലേ, നമ്മൾ ആർക്ക് വെൽഡിങ്ങിലാകുമ്പോൾ ഇലക്ട്രിസിറ്റി കേബിൾസ് വഴിയാണല്ലോ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ആ കേബിൾസിനെ ഇൻസ്പെക്ട് ചെയ്യുക. ഡു നോട്ട് ഓവർലോഡ് ദ മെഷീൻ. ആർക്ക് വെൽഡിംഗ് മെഷീനാണ് പറയുന്നത്. പിന്നെന്താ, നമുക്ക് ആർക്ക് വെൽഡിംഗ് മെഷീൻ എന്താണ്, നമ്മൾ മറ്റേ വോൾട്ടേജും പവർ സപ്ലൈ എല്ലാം ഉണ്ടാവില്ല, ആ പവർ സപ്ലൈ മെഷീൻ അതിനെ ഓവർലോഡ് ചെയ്യില്ല എന്തായാലും. പിന്നെ മാനുവൽ വേഴ്സസ് മെക്കനൈസ്ഡ് ഹാൻഡ്ലിംഗ്. മെക്കനൈസ്ഡ് ഹാൻഡ്ലിംഗ് ഇത് നോക്കി. ഇതാണ് നമ്മൾ മാനുവൽ ഹാൻഡ്ലിംഗ്, ഇതാണ് മെക്കനൈസ്ഡ് ഹാൻഡ്ലിംഗ്. ഓക്കെ. മെക്കനൈസ്ഡ് ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാകുന്ന മറ്റേ ഫോർക്ക് ലിഫ്റ്റ് ആയിരിക്കും അല്ലേ. ഫോർക്ക് ലിഫ്റ്റ് മാത്രമല്ല മെക്കനൈസ്ഡ് ഹാൻഡ്ലിങ്ങിലുള്ള, വേറെ ഉണ്ട്. നമ്മളെ മറ്റേ ഞാൻ പറഞ്ഞില്ല എയർപോർട്ടിലെല്ലാം കാണുന്ന മറ്റേ ഇത് എന്താ അതിന് നമ്മൾ പറയുക, ബെൽറ്റ്. പിന്നെ എന്താണ് നമ്മളെ ഫോർക്ക് ലിഫ്റ്റ്, ഓട്ടോമേറ്റഡ് ഗൈഡ് വെഹിക്കിൾസ്, കോമൺ പേരാണ് അതിന്. പിന്നെ ഓട്ടോമേറ്റഡ് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ സിസ്റ്റം, ഓട്ടോണമസ്
മൊബൈൽ റോബോട്ട്സ്, പിന്നെ പാലറ്റൈസേഴ്സ്, കറക്റ്റ് പാലറ്റിൽ നിന്ന് പാലറ്റിലോട്ട് എടുത്ത് മാറ്റുന്ന സോർട്ടേഷൻ സിസ്റ്റംസ്, കറക്റ്റ് സോർട്ട് ചെയ്ത് വെക്കുന്ന വെയർ ഹൗസിൻ്റെ റോബോട്ട് നമ്മളെ ആൾക്കാരെ പോലെ കൈ പോലെ റോബോട്ടിക് ആംസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഇത് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് മെക്കനൈസ്ഡ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് അണ്ടറിൽ വരുന്നത്. മാനുവൽ ഹാൻഡ്ലിംഗ് ആണെങ്കിൽ നമ്മൾ തന്നെ സ്വയമായിരിക്കണം. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് ചോദിച്ചാൽ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ എളുപ്പമായിരിക്കും. മാനുവൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എല്ലാം നമുക്ക് അറിയുന്ന ആദ്യം നോക്കാം. ഡൺ യൂസിങ് ഹ്യൂമൻ എഫർട്ട് അല്ലേ. ഇവിടെ ഡൺ യൂസിങ് എക്യുപ്മെൻറ്റ്സ് ലൈക്ക് ക്രെയിൻസ്, ഹോയിസ്, ഫോക്ലിഫ്റ്റ്സ്, കൺവെയർസ് എക്സെട്ര. കൺവെയർ ബെൽറ്റ് അതായിരുന്നു ഞാൻ നേരത്തെ എന്താണ് ചോദിച്ചത്. ഓക്കെ, റിസ്ക് ലെവൽ എന്താണ് മാനുവൽ ഹാൻഡ്ലിംഗിൽ? ഹൈ റിസ്ക് ആയിരിക്കും ഓഫ് സ്ട്രെയിൻസ്, ബാക്ക് ഇഞ്ചറീസ്, ഫറ്റീഗ്, മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സ് എക്സെട്ര. ഇവിടെ ആണെങ്കിൽ ലോ റിസ്ക് ടു വർക്കേഴ്സാണ്. മെഷീൻ ടേക്സ് ദ ലോഡ്. ബിക്കോസ് മെഷീൻ ടേക്സ് ദ ലോഡ്. പ്രൊഡക്ടിവിറ്റി എന്താ? സ്ലോവർ ആണ്, ലിമിറ്റഡ് ബൈ ഹ്യൂമൻ കേപ്പബിലിറ്റി. എന്നാൽ മെക്കനൈസ്ഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഈസ് ഹയർ, ഫാസ്റ്റർ, കൺസിസ്റ്റൻറ്റ് ഔട്ട്പുട്ട്. ഇവനാണ് എല്ലാത്തിലും പൊളി. ഓക്കെ, എന്തിലെങ്കിലും മാനുവൽ ഹാൻഡ്ലിംഗ് പൊളിയാണോ നോക്കാം. ലോഡ് കപ്പാസിറ്റി സസ്റ്റൈനബിൾ ഫോർ ലൈറ്റ് ലോഡ്, ഷോർട്ട് ഡിസ്റ്റൻസസ്. പക്ഷേ ഇവിടെ ആണെങ്കിൽ സ്യൂട്ടബിൾ ഫോർ ഹെവി ലോഡ്സ് ആൻഡ് ലോങ് ഡിസ്റ്റൻസസ്. സ്കിൽ റിക്വയർമെൻറ്റ് ഫോർ മാനുവൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ ബേസിക് എർഗണോമിക് ട്രെയിനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മറ്റേ ഷോൾഡർ നക്കിൾ ഹൈറ്റ് എന്താക്കണം, കറക്റ്റ് നമ്മൾ കൂനിയൊന്നും എടുക്കാൻ പാടില്ല, ഫുൾ ബോഡി ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ എർഗണോമിക് ട്രെയിനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്, നെസസറി. ഇനി മെക്കനൈസ്ഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണെങ്കിൽ ഇറ്റ് റിക്വയർസ് ട്രെയിൻഡ് ആൻഡ് ലൈസൻസ്ഡ് ഓപ്പറേറ്റേഴ്സ്. ട്രെയിൻഡ് ആൻഡ് എന്താണ് ലൈസൻസ് ഓപ്പറേറ്റർ. ഇവിടെ നമുക്കൊരു +1. കാരണം എന്താ, ഇവിടെ എല്ലാവർക്കും പറ്റും എർഗണോമിക് ട്രെയിനിങ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ട്രെയിൻഡ് ലൈസൻസ് ഓപ്പറേറ്റേഴ്സ് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ ആ മെഷീനെല്ലാം. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോ എക്യുപ്മെൻറ്റ്. ഇവിടെയും നമ്മൾ +ആണ്. ഇവിടെ ആണെങ്കിൽ ഹയർ ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഫോർ മെക്കനൈസ്ഡ് ഹാൻഡ്ലിംഗ്. ഇനി മെയിൻ്റനൻസ് സ്ട്രാറ്റജി, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സിൻ്റെ മെയിൻ്റനൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ക്വസ്റ്റൻ എന്തായിരുന്നു? എക്സ്പ്ലെയിൻ ദ മെയിൻ്റനൻസ് സ്ട്രാറ്റജി ഫോർ ക്രെയിൻസ്, ഹോയിസ്റ്റ്, കൺവേയേഴ്സ് എക്സെട്ര. അതായത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സിൻ്റെ മെയിൻ്റനൻസ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? 9 മാർക്കിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നോക്കാം എന്തൊക്കെയാണ്. പ്രിവെൻറ്റീവ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ വരുന്നതിന് മുന്നേ തന്നെ ഇൻസ്പെക്ട് ചെയ്ത് ആ ഫെയിലിയറിന് വരാനുള്ള ഹസാർഡൊക്കെ ഒഴിവാക്കുക. അതാണ് പ്രിവെൻറ്റീവ് ഇൻസ്പെക്ഷൻ. എന്താണ്? ഫെയിലിയർ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ഫെയിലിയർ വരുന്നു മുൻകൂട്ടി കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്പെക്ട് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ശരിയാക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. പിന്നെ ലൂബ്രിക്കേഷൻ ഷെഡ്യൂൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ലൂബ്രിക്കേഷൻ ഷെഡ്യൂൾ വേണം, ഇല്ലെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് വെയർ ആൻഡ് ടയർ ഫോർ മെഷീൻ. ഈ ഗിയേഴ്സിനെല്ലാം ഹൈ ഗിയേഴ്സൊക്കെ കുറേ ലോങ് ടൈം മെഷ് ചെയ്യുമ്പോൾ എന്തായാലും വെയർ ആൻഡ് ടയർ ഉണ്ടാവും. അപ്പോൾ പ്രോപ്പർ ലൂബ്രിക്കേഷൻ മസ്റ്റാണ്. പിന്നെ റീപ്ലേസ് വോൺ ഔട്ട് പാർട്സ്, ചെക്ക് ദ ബ്രേക്സ്, ലിമിറ്റ് സ്വിച്ചസ് എക്സെട്ര. ടെസ്റ്റ് ലോഡ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. ഓക്കെ, ലോഡ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ചെക്ക്. ഇപ്പോൾ നമ്മളൊരു ഫോർക്ക് ലിസ്റ്റ് ഉണ്ട്, ഓക്കെ നമ്മൾ 1000 കിലോ ഒരുമിച്ച് ഇടാം, ഇല്ല, ഇതിനൊരു റേറ്റഡ് കപ്പാസിറ്റി ഉണ്ടാവും. ആ റേറ്റഡ് കപ്പാസിറ്റി കൂടുതൽ ഒരിക്കലും ലോഡ് ചെയ്യാൻ പാടില്ല, ഓവർലോഡ് ആവും. പിന്നെ മെയിൻറ്റെയിൻ ഓഷ എന്ന് പറഞ്ഞാൽ ഓക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അതാണ്. സർട്ടിഫിക്കറ്റ്സ് വേണം. ഓക്കെ, അപ്പോൾ ഇവർ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം ഭയങ്കര ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ. പിന്നെന്താ, റിപ്പയർ മൈനർ ഫോൾട്ട്സ് ഏർലി. ഓക്കെ, മൈനർ ഫോൾട്ട്സ് ഏർലി, മേജർ ഫോൾട്ട് ഏർലി പ്രിവെൻറ്റ് ചെയ്യുന്നതെങ്കിൽ പ്രിവെൻറ്റീവ് ഇൻസ്പെക്ഷൻ എന്ന് പറയും അല്ലേ. പിന്നെ റെക്കോർഡ് മെയിൻ്റനൻസ്. പിന്നെന്താ, സ്റ്റോർ ടൂൾസ് പ്രോപ്പർലി. പ്രസൻറ്റ് സെൻസിങ് ഡിവൈസിനെ കുറിച്ച് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സേഫ് ഗാർഡിംഗ് ഡിവൈസസ് അണ്ടറിൽ വരാണ്. വീണ്ടും എടുത്ത് പറയാണ്. എക്സ്പ്ലെയിൻ ദ ഓപ്പറേഷൻ ഓഫ് പ്രസൻറ്റ് സെൻസിങ് ഡിവൈസസ് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പ്രസൻറ്റ് സെൻസിങ് ഡിവൈസ് എന്താ? നമ്മൾ മറ്റേ ആ ഫിഗർ ഇവിടെ ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, കുഴപ്പമില്ല. ആ ഫിഗർ തന്നെ ഓർത്ത് വെച്ചോ. അതിലെന്താ കുറേ ലൈറ്റ് കറക്റ്റാണ്. എ ഗ്രിഡ് ഓഫ് ഇൻഫ്രാറെഡ് ലൈറ്റ് ബീംസ് ഇസ് പ്രൊജക്റ്റഡ് ബിറ്റ്വീൻ ദ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. ഓക്കെ, അപ്പം ഇവിടെയാണ് നമ്മുടെ ട്രാൻസ്മിറ്ററിൻ്റെ, ഇവിടെയാണ് നമ്മുടെ റിസീവർ ഉള്ളത്. ഇതിൻ്റെ ഇടയിൽ നമ്മളെ പ്രൊജക്റ്റഡ് ലൈറ്റ് ബീംസ്, ഗ്രിഡ് ഓഫ് ലൈറ്റ് ബീംസ് ആർ പ്രൊജക്റ്റഡ് between transmitter and receiver. Okay, and these beams create invisible sensing field. ഈ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല, നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല, റെഡ് ലൈനല്ല. ഓക്കെ, അറൗണ്ട് ദ ഡേഞ്ചർ ഫീൽഡ്. ലേസർ ബീംസ് ആണെങ്കിൽ കാണാൻ പറ്റും. പിന്നെ when an operator's hand or body interrupts any beam, the circuit breaks and the device instantly sends a stop signal to the machine controller. The machine motion halts and stops before the operator reaches the point of operation. ഓക്കെ, അപ്പോൾ നമ്മളെ കൈ ഇങ്ങനെ എത്തി നമ്മളൊരു വിരലിലെ തുമ്പ് അങ്ങനെ ആ സർക്യൂട്ട് ബ്രേക്ക് ചെയ്താൽ അപ്പം തന്നെ മെഷീൻ കൺട്രോളറിന് മെസ്സേജ് ഇടും, ഇവ അകത്തോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മെഷീൻ ഓഫ് ആകും. അപ്പോൾ നമ്മൾ കൈ ഫുള്ള് ഇടുന്നതിന് മുന്നേ തന്നെ മെഷീൻ മൊത്തത്തിൽ അങ്ങ് ഓഫ് ആയിക്കോളും. യൂസ് എക്സ്റ്റെൻസീവ്ലി ഇൻ പവർ പ്രസസ്, റോബോട്ടിക് സ്റ്റേഷൻസ് ആൻഡ് ഓട്ടോമേറ്റഡ് മെഷീനറി. ഓക്കെ, അപ്പം നമ്മൾ ഈ ലൈറ്റ് കർട്ടൻ പറഞ്ഞ് മടുത്തല്ലേ, സെയിം സാധനം തന്നെ വീണ്ടും ഓരോ മാർക്ക് മാത്രം വ്യത്യാസമായിട്ട് ചോദിച്ചിട്ടുണ്ട്.
ഇനി 3 മാർക്കിൻ്റെ കഴിയാറായി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് മാത്രമേ കുറച്ച് ലോങ് ആയിട്ടുള്ള ലെങ്തി മൊഡ്യൂൾ, കുഴപ്പമില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ടാണ്. കീ ഫീച്ചേഴ്സ് ഓഫ് ഹിയറിംഗ് കൺസർവേഷൻ പ്രോഗ്രാം. ഇത് നമുക്ക് പെട്ടെന്ന് പോകാം. നോയ്സ് മോണിറ്ററിംഗ്, ആനുവൽ ഓഡിയോമെട്രിക് ടെസ്റ്റിംഗ്, ചെവിയൊക്കെ ഇനിയും കേൾക്കുന്നുണ്ടോ എന്ന് വർക്ക് ചെയ്തതിന് ശേഷം. ഹിയറിംഗ് പ്രൊട്ടക്ഷൻ ആൻഡ് ഫിറ്റ് ടെസ്റ്റിംഗ്, എംപ്ലോയി ട്രെയിനിങ്, റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് റിവ്യൂ. ഇനി സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഫോർ ലിഫ്റ്റിംഗ് ഹുക്സ്. ലിഫ്റ്റിംഗ് ഹുക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല, നമ്മൾ ഇതിലെല്ലാം കാണുമല്ലോ, നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ ജിമ്മിൽ ഇതിൽ കാണുമല്ലോ, ഇങ്ങനെ ഹുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ട് ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ടിട്ട് അല്ലേ, ഈ ഹുക്കിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് ഇവിടെ ആയിരിക്കും നമ്മൾ പിടിച്ചിട്ടിടുന്നത്. ഇൻസ്പെക്ട് ഫോർ ക്രാക്സ്, നിക്സ് ആൻഡ് വെയർ, റീപ്ലേസ് ഇഫ് ത്രോട്ട് ഓപ്പണിംഗ്. ത്രോട്ട് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഇമാർ തമ്മിലൊരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, അതാണ് ത്രോട്ട് ഓപ്പണിംഗ്. ത്രോട്ട് ഓപ്പണിംഗ് ഗ്രേറ്റർ ദാൻ 15% ആണെങ്കിൽ അതിന് റീപ്ലേസ് ചെയ്യാം. ഡു നോട്ട് റിപ്പയർ ബൈ ഹീറ്റിംഗ് ഓർ വെൽഡിംഗ്. ഡു നോട്ട് റിപ്പയർ, റീപ്ലേസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഡു നോട്ട് സൈഡ് ലോഡ്. അതായത് ഈ ഹുക്ക് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതുപോലെ ഡൗൺ ലോഡ് അല്ലെങ്കിൽ ആക്സിൽ ലോഡിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ സൈഡ് ലോഡോ പോയിന്റ് ലോഡോ ഒന്നും കൊടുക്കല്ലേ അതിന്. സീറ്റ് സ്ലിങ് പ്രോപ്പർലി ഇൻ ഹുക്ക് ബൗൾ. ഹുക്ക് ബൗളിൽ കറക്റ്റായിട്ട് സീറ്റ് ചെയ്യണം നമ്മൾ സ്ലിങ്. ഈ ഹുക്കിൽ നമ്മളൊന്ന് ഇത് നോക്കി, ആ ക്രെയിൻ ഉണ്ടല്ലോ, ക്രെയിനിൽ നമ്മൾ ആ സ്ലിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹുക്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഈ സ്ലിങ്ങിനെല്ലാം സീറ്റ് ആക്കണം എന്നാണ് പറഞ്ഞത്. ഹസാർഡ്സ് ഓഫ് വയർ റോപ്പ്, ബ്രോക്കൺ സ്ട്രാൻഡ്സ്, കൊറോഷൻ, കിങ്സ് ആൻഡ് ക്രഷിംഗ്, വെയർ ഫ്രം ഡിഫക്റ്റീവ് ഷീവ്സ് ആൻഡ് ഇൻകറക്റ്റ് ലൂബ്രിക്കേഷൻ അല്ലേ. ഇതൊക്കെയാണ് വയർ റോപ്പിൽ വരുന്ന ഹസാർഡ്. ഇനി കീ എലമെൻറ്റ്സ് ഓഫ് ഹിയറിംഗ് കൺസർവേഷൻ പ്രോഗ്രാം. എന്തിനാണ് ഹിയറിംഗ് കൺസർവേഷൻ പ്രോഗ്രാം ചെയ്യുന്നത്? വീണ്ടും സെയിം സാധനം, ഓഡിയോമെട്രിക് ടെസ്റ്റിംഗ്, എന്തിനാണെന്നല്ല, വാട്ട് ആർ ദ കീ എലമെൻറ്റ്സ് ഓഫ് ഹിയറിംഗ് കൺസർവേഷൻ പ്രോഗ്രാം. ഓഡിയോമെട്രിക് ടെസ്റ്റിംഗ് ഉണ്ട്, അതായത് ചെവിയൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കാം. നോയ്സ് മോണിറ്ററിംഗ്, എത്രത്തോളം ശബ്ദം വരുന്നുണ്ട്. ഗ്രേറ്റർ ദാൻ 85 ഡെസിബൽ നോയ്സ് വന്നാൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, വെരി ഡേഞ്ചറസ്, ഹസാർഡസ്. ഈ നോയ്സ് ഇൻഡ്യൂസ് ഹിയറിംഗ് ലോസിനെല്ലാം കാരണമാവും. പിന്നെ ഹിയറിംഗ് പ്രൊട്ടക്റ്റേഴ്സ് ഉപയോഗിക്കുക, ഇയർ മഫ്സ്, ഇയർ പ്ലഗ്സ്, അതൊക്കെ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക. പിന്നെ റെക്കോർഡ് കീപ്പിംഗ്. ആരൊക്കെയാണ് ഈ ഒരു നോയ്സ് എക്സ്പോഷറിൽ വർക്ക് ചെയ്തേക്കുന്നത്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കാരണം ഈ നോയ്സ് ഒക്കെ ഹിയറിംഗ് ലോസ് ഒക്കെ കുറേ കാലം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഈ റെക്കോർഡ് കീപ്പിംഗ് നല്ലതായിരിക്കും. കാരണം ഒരാളെ തന്നെ വീണ്ടും നോയ്സ് ഉള്ളടത്ത് എക്സ്പോസ് ചെയ്ത് വിട്ടാൽ അയാൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചെവി അടിച്ചു പോകും. ഓക്കെ, അപ്പം അത് നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളെ തന്നെ വിടല്ലേ, അതിന് റെക്കോർഡ് കീപ്പിംഗ് നെസസറിയാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മെയിൻ്റനൻസ്, റെഡ്യൂസ് ഡൗൺ ടൈം, ഇൻക്രീസസ് എക്യുപ്മെൻറ്റ്. ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പണിയെടുക്കാതിരിക്കാനല്ല, ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ട് പിന്നെ അവർ വരാത്തൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ, അപ്പം എന്തായാലും അതിനാണ് ഈ ഡൗൺ ടൈം എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് വരുന്ന ആ അവസ്ഥ? ഈ എന്തെങ്കിലും മെയിൻ്റനൻസ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ വേറെ ടയർ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഹസാർഡസ് ആയിരിക്കും അല്ലേ, എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഡൗൺ ടൈം. അപ്പോൾ ആ ഡൗൺ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻഷുറൻസ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ എന്നും പറയാം. ഓക്കെ, ഇൻക്രീസ് ദ എക്യുപ്മെൻറ്റ് ലൈഫ് കൂട്ടാൻ വേണ്ടി വേറെ ടയർ എല്ലാം പ്രോപ്പർ ലൂബ്രിക്കേഷൻ ചെയ്ത എക്യുപ്മെൻറ്റ് ലൈഫ് കൂടും. പ്രോപ്പർ മെയിൻ്റനൻസും ചെയ്ത പ്രിവെൻറ്റ് ബ്രേക്ക് ഡൗൺസ്, ഇംപ്രൂവ് സേഫ്റ്റി ആൻഡ് എൻഷുർ പ്രൊഡക്ടിവിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, കറക്റ്റായിട്ട് ആ ഒരു മെഷീൻ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ ഒരു പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് അല്ലെങ്കിൽ മൊറാൽ ബൂസ്റ്റ് ആയിരിക്കും, കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിരിക്കും അല്ലേ, ആ മെഷീന് വീണ്ടും പ്രവർത്തിക്കാനുള്ള. അല്ലെങ്കിൽ ഒരു 20 വർഷം മുന്നെയാണ് ലാസ്റ്റ് മെയിൻ്റനൻസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ആ മെഷീനിൽ വർക്ക് ചെയ്യാൻ പാടാണ്. കാരണം എന്തൊക്കെ ഇളകി വീഴും, എന്തൊക്കെ നമ്മളെ തല വന്ന് ഇടിക്കും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ പ്രിക്കോഷൻസ് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. യൂസ് പ്രോപ്പർ ഗാർഡ്സ് ഉപയോഗിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഗ്രൈൻഡിങ് വീലിന് നമ്മളെ പുറത്തോട്ട് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ഗാർഡ്സ് ഉപയോഗിക്കണം. ചെക്ക് വീൽ സ്പീഡ് കമ്പാറ്റബിലിറ്റി, വെയർ ഗോഗിൾസ് ആൻഡ് ഫേസ് ഷീൽഡ്, PPE കിറ്റ് ഉപയോഗിക്കണം. അവോയ്ഡ് ക്രാക്ഡ് വീൽ, എന്തെങ്കിലും ക്രാക്ഡ് വീൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാൻ നിൽക്കില്ല. പുതിയ വീല് മേടിക്കുക, ആകെ 50-100 രൂപയുടെ അടിയിലുള്ളൂ. അവോയ്ഡ് ക്രാക്ഡ് വീൽസ്, കീപ്പ് ഏരിയ ഫ്രീ ഫ്രം ഫ്ലെയിമബിൾസ്. ഗ്രൈൻഡിങ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ഗ്രൈൻഡിങ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യില്ലേ. സ്പാർക്ക് എന്താണ്, ഫ്ലെയിമബിൾസ് ആയിട്ട് കോൺടാക്ട് വന്നാൽ എക്സ്പ്ലോഷൻ സംഭവിക്കും. അപ്പം കീപ്പ് ഏരിയ ഫ്രീ ഓഫ് ഫ്ലെയിമബിൾസ്. ഇമ്പോർട്ടൻസ് ഓഫ് ഫിക്സ്ഡ് ഗാർഡിൻ്റെ ഇമ്പോർട്ടൻസ്, ഫുള്ളി എൻക്ലോസസ് ദ ഹസാർഡ് സോൺ, പ്രിവെൻറ്റ് കോൺടാക്ട് വിത്ത് റൊട്ടേറ്റിംഗ് പാർട്സ്. എക്സാമ്പിൾ ഓഫ് ഫിക്സ്ഡ് ഗാർഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഗാർഡ് ഓവർ ലെയ്ത്ത്, ബെൽറ്റ് ആൻഡ് പുള്ളീസ്. സേഫ്റ്റി ഡ്യൂറിങ് ആർക്ക് വെൽഡിംഗ്, വീണ്ടും നമ്മൾ പറയുന്നത് ഫിൽറ്റർ ഗ്ലാസ്, ഹെൽമെറ്റ് വിത്ത് ഫിൽറ്റർ ഗ്ലാസ്, PPE, പ്രോപ്പർ ഗ്രൗണ്ടിങ്, റിമൂവ് ഫ്ലെയിമബിൾസ്, എൻഷുർ വെന്റിലേഷൻ. ഹസാർഡ്സ് ഓഫ് മാനുവൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, 3 മാർക്ക്. ഇത് 3 മാർക്കിൻ്റെ ആയതുകൊണ്ടാണ് വീണ്ടും വരുന്നത് കേട്ടോ. നമ്മൾ ലോങ് ആൻസർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ബാക്ക് സ്ട്രെയിൻ, സ്പ്രെയിൻസ്, ഫോളിംഗ് ഒബ്ജക്ട്സ്, കട്ട്സ് ആൻഡ് ബ്രൂട്ട്സ്. മാനുവൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയാൻ കാരണം ഫോളിംഗ് ഒബ്ജക്റ്റ് വരും. എങ്ങനെ ഫോളിംഗ് ഒബ്ജക്റ്റ് വരുന്നത് ഒന്ന് വെറുതെ ചിന്തിച്ച് നോക്കി. അതായത് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് പ്രോപ്പർലി അല്ലാന്ന് വിചാരിച്ചോ, പ്രോപ്പർലി അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ആ വഴി കൂടെ പോകുകയാണെങ്കിൽ വന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഫോളിംഗ് ഒബ്ജക്ട്സ്, കട്ട്സ് ആൻഡ് ബ്രൂസസ്, ഇംപ്രോപ്പർ സ്റ്റാക്കിംഗ് വിച്ച് ലീഡ്സ് ടു ഫോളിംഗ് ഒബ്ജക്ട്. അങ്ങനെയൊക്കെ ഫോളിംഗ് ഒബ്ജക്റ്റിന് സ്റ്റാക്കിംഗ് കാരണം മാത്രമല്ല വരുന്നത്, എന്നാലും ഇംപ്രോപ്പർ സ്റ്റാക്കിംഗ് ഈസ് വൺ സച്ച് ഫാക്ടർ വിച്ച് ലീഡ്സ് ടു ഫോളിംഗ് ഒബ്ജക്ട്സ്.
പിന്നെന്താ പോയിന്റ് ഓഫ് ഓപ്പറേഷൻ ഒന്നുമില്ല. അതായത് നമ്മൾ മറ്റേ ലെയ്ത്തിലെ മറ്റേ കട്ടിംഗ് ടൂള് വർക്ക് പീസായിട്ട് ടച്ച് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, അല്ലെങ്കിൽ കോൺടാക്ട് വരുന്ന സ്ഥലം ഉണ്ടല്ലോ, അതാണ് പോയിന്റ് ഓഫ് ഓപ്പറേഷൻ. അത് നമ്മൾ ലെയ്ത്തിൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ, ഇനിയിപ്പം നമ്മൾ പ്രസ്സിങ് ഓപ്പറേഷൻ പറയുകയാണെങ്കിൽ ആ പ്രസ്സിങ് ടൂള് നമ്മളെ വർക്ക് പീസായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ആ സ്ഥലം, അതാണ് പോയിന്റ് ഓഫ് ഓപ്പറേഷൻ. പോയിന്റ് ഓഫ് ഓപ്പറേഷൻ ഇസ് ദ ലൊക്കേഷൻ ഓൺ ദ മെഷീൻ വെർ ആക്ച്വൽ വർക്ക് ഈസ് പെർഫോംഡ് ഓൺ ദ മെറ്റീരിയൽ. കോമൺ എക്സാമ്പിൾസ് കട്ടിങ്, ബെൻഡിങ്, പഞ്ചിങ്. പഞ്ചിങ് ആകുമ്പോൾ പഞ്ചിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹോൾ ഇടുന്നത്, അത്രേ ഉള്ളൂ പഞ്ചിങ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പം ഈ ഒരു വലിയ ഷീറ്റ് അല്ലെങ്കിൽ ഈ ഒരു വലിയ മറ്റേ ബ്ലാങ്കിൽ ഈ പഞ്ച് ചെയ്യാൻ പോകുന്ന ടൂള് എവിടെയാണ് പഞ്ച് ചെയ്യുന്നത്, അതാണ് പോയിന്റ് ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, ഗ്രൈൻഡിങ്, ഫോമിങ് ഏരിയാസ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഹസാർഡസ് സോൺ അല്ലേ? എന്തിനാണ് നമ്മൾ പോയിന്റ് ഓഫ് ഓപ്പറേഷൻ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്? ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഹസാർഡസ് സോൺ അല്ലേ? മോസ്റ്റ് ഹസാർഡസ് സോൺ റിക്വയറിങ് ഗാർഡിങ് ഓർ സെൻസിങ് ഡിവൈസസ്. ഇഞ്ചറീസ് ഹിയർ ഇൻക്ലൂഡ് ആംപിറ്റേഷൻസ്. കൊള്ളാം, അറിയാമല്ലോ എന്താണ് ആംപിറ്റേഷൻ, ഞാൻ ഇനി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കട്ട്സ്, ക്രഷിങ് ആൻഡ് സിവിയർ ഇമ്പാക്റ്റ് അല്ലേ? സിവിയർ ഇമ്പാക്റ്റ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് യൂസിങ് ഗാർഡ്സ്. നമ്മൾ പറഞ്ഞ ഫിസിക്കൽ ഗാർഡ്സും സേഫ് ഗാർഡിങ് മെഷീൻസ് അതൊക്കെ വെച്ചിട്ട്, ഓർ സേഫ്റ്റി ഡിവൈസസ്. സേഫ്റ്റി ഡിവൈസസ് ലൈക്ക് എന്താ ലൈറ്റ് കർട്ടൻ, അതൊക്കെ ഫിക്സ്ഡ് ഗാർഡ്, ലൈറ്റ് കർട്ടൻ എക്സെട്ര. അപ്പം ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 4. അപ്പം താങ്ക് യു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾ പഠിക്കുക, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്.